അക്ഷരാർത്ഥത്തിൽ ചിരിയുടെ മാലപ്പടക്കത്തിന് നമ്മൾ തിരി കൊളുത്താൻ പോവുകയാണ്. കാരണം ഇങ്ങോട്ട് വരുന്നത് ടീം പത്തനംതിട്ട. നമുക്ക് സ്വാഗതം ചെയ്യാം രാജേഷ് കൊട്ടാരത്തിൽ, ഹരി ആൻഡ് സജിത്. വേറെ പിടിച്ചതാക്കാൻ ഉടനെ അവിടെ പോയി അവിടെ നോക്കി അകത്ത് പോയി അങ്ങ് ഇരുന്നോണം. എല്ലാരും വിചാരിക്കും മാർക്കറ്റിൽ പോയി പച്ചക്കറി വാങ്ങിച്ചോണ്ട് വരുവാന്ന്. പച്ചക്കറി അല്ല, 2 വർഷം മുമ്പ് ഇവനെ ഞാൻ ഗൾഫിലൊന്ന് വിട്ടു. അവിടുന്ന് അലക്കാതുള്ള തുണിയും നാട്ടിക്കൊണ്ട് അലക്കാൻ ഇങ്ങോട്ട് വന്നേടാ. ഞാൻ ചോദിക്കട്ടെ, ഗൾഫിലൊന്നും വെള്ളമില്ലയോ? അവിടെ മൊത്തം മരുഭൂമി അല്ലയോ? മരുഭൂമിയാണെങ്കിൽ അവിടെ ഇട്ട് ആ മണലിനകത്തിട്ട് നിനക്കൊന്നും ഉരയ്ക്കാമല്ലോ. ആ പന കയറിട്ടൊക്കെ വന്നിട്ട് എപ്പം കഴിവാനോ ഇതൊക്കെ? അപ്പൊ അവിടെ എങ്ങനെയാ കക്കൂസി പോകുന്നതൊക്കെ എങ്ങനെയാ? പേപ്പറിന്റെ പരിപാടിയാ. ഇവിടെ വായിക്കാൻ മനുഷ്യന് പേപ്പർ തികയുന്നില്ല. ഉടനെ ആ പേപ്പർ അവിടുത്തെ പരിപാടി ചെയ്യുക. അങ്ങനെ എന്തോ വെറുതെ എടുത്തിട്ട് അടിക്കുക. വെറുതെ അങ്ങ് അച്ഛനായിരുന്നു. എന്താ തെറ്റ് കാണിച്ചാലും കേരള ലോട്ടറി പോലെ എന്റെ അച്ഛൻ. എന്തുവാ അടിക്കത്തില്ല. എന്തുവാടാ? നമ്മളാ വടക്കേലെ മഹേഷിന് എത്ര വയസ്സുണ്ടമ്മ? മഹേഷ് നിന്നേക്കാളും ഇളയതാ മോനെ. അവൻ വരെ കല്യാണം കഴിച്ചല്ലോ അമ്മ, എന്നെ ഒന്ന് കെട്ടിക്കമ്മ. നിന്റെ കല്യാണം ഞാൻ തീരുമാനിക്കുമ്പോഴേ നടക്കുള്ളൂ, അന്നേരം നടത്തിയാ മതി. ഓ ഇപ്പൊ മഹേഷ് കല്യാണം കഴിക്കുന്നതിന് പോയി ഇയാള് കല്യാണം കഴിക്കാനിരിക്കോ? ചെവിക്കല്ലി ഞാൻ അടിച്ചാൽ കേട്ടോ, പറഞ്ഞില്ലെന്ന് ഞാൻ വേണ്ട. മര്യാദ ജോലിയൊക്കെ ഞാൻ ഇപ്പൊ ഗൾഫിലൊക്കെ പോയി എനിക്ക് ജോലിയൊക്കെ ആയതല്ലയോ? നിന്നോട് ഞാനൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അമ്പിളിയുടെ മോള് ജലജയമായിട്ടുള്ള വിവാഹം നീ ഓർക്കണ്ട, നടത്തി തരത്തുമില്ല ഞാൻ. അവക്കെന്തോ കുഴപ്പം? അവക്കെന്തുവന്ന് കുഴപ്പമെന്നോ? കുഴപ്പമേ ഉള്ളൂ. ആ കുടുംബക്കാരെ നിനക്കറിയാമോ എന്തുവന്ന്? അവരെന്താ ചെയ്ത്? അമ്പിളിയുടെ ഭർത്താവ് എവിടാടാ? എവിടെ കിടക്കുന്നത്? ജയിലിൽ കിടക്കുന്നത്. എന്ത് തെറ്റ് ചെയ്താൽ ജയിലിൽ കിടക്കുന്നത്? ആനയുടെ തുമ്പിക്കുള്ള സ്പിരിറ്റ് കടത്തി. ആണോ? ആ കുടുംബത്തോടാണോ നീ ചെന്ന് കയറാൻ പോകുന്നേ? അവിടെ നിന്ന് ഒരെണ്ണത്തിന് ഇങ്ങോട്ട് വലിച്ചോണ്ട് വരാൻ പോകും. അയ്യോ, അമ്പിളിയുടെ അച്ഛൻ ഒരു തെറ്റും ചെയ്തില്ല, ആനയില്ലേ തെറ്റ് ചെയ്ത്. നമ്മുടെ കുടുംബമാർക്ക് നോക്കണം. അത് എന്നാലും അമ്മയ്ക്കൊരു കുഞ്ഞിക്കാലി കാണണ്ടേ? ഓ അങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് അംഗൻവാടി ഉണ്ട്, അവിടെ പോയി ഇഷ്ടംപോലെ കുഞ്ഞിക്കാലി ഞാൻ കണ്ടോളാം. അതല്ല, എന്നാലും അമ്പിളിയുടെ കുഞ്ഞിക്കാലി എനിക്ക് വേണ്ട, എനിക്ക് കാണുവാൻ വേണ്ട അമ്പിളിയുടെ മോടെ. ഇങ്ങോട്ട് വന്നേ, ഇവിടെ വാ. ഇതെന്തുവാ ഇത്? എന്തുവാ? എന്റെ ചെറിയെന്ന് കാണിച്ചേ. എന്തുവാടാ മഞ്ഞിച്ചിരിക്കുന്നത്? എന്തുവാ മഞ്ഞിച്ചിരിക്കുന്നത്? ഇതെന്തുവാന്നാ ചോദിച്ചത്? അത് പിക്കിള്. കണ്ടേ എന്റെ ദൈവമേ, പൂക്കള് പറിച്ചതേണ്ട കവറിന്റെ അകത്തിട്ടോ നടക്കുന്നു. അമ്മ അച്ചാറ്, പിക്കിളെന്ന് പറഞ്ഞ അച്ചാറ്. പിക്കിളെന്ന് പറഞ്ഞ അച്ചാറാണോ? ഈ അച്ചാർ എവിടുന്ന് കിട്ടി നിനക്ക്? അതിലെ രഘു വെള്ളം അടിച്ചോണ്ടിരുന്നപ്പോ ഞാൻ അവിടെ പോയി ഇങ്ങെടുത്തോണ്ട് വന്നേ. അവന്മാരിനിയും വെള്ളം അടിക്കാൻ നേരത്തെ ടച്ചിങ്ങിന് എന്തോ ചെയ്യും? ഞാൻ വീട്ടിൽ വെളിയിൽ ഇറങ്ങി പോകത്തില്ല. വീട്ടിന് വെളിയിൽ പോകത്തില്ലയോ? നീ ഗൾഫിന് പോകുന്നില്ലയോ? അപ്പം എന്നാ പോകണം, വീട്ടിലിരിക്കരുത്. ഇല്ലാതെ ഒരു ബെക്കടിക്കുന്നതിന്റെ ബുദ്ധിമുട്ട് വാക്കുള്ളവർക്കറിയാം. ഞാൻ അടിക്കുമെന്നാണോ പറഞ്ഞത്? നമ്മൾ കണ്ടിട്ടില്ലേ മോനെ അത്? ഉടനെ അമ്മ അടിക്കുമെന്നാണോ ഉടനെ അതിന്റെ അർത്ഥം? പിന്നെ വേറെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്നാ ഇത് പിടിച്ചേ, ഇതങ്ങോട്ട് പിടി. അമ്പിളിയുമായിട്ടുള്ള സംഭവങ്ങൾ മാറ്റി വെച്ചൊരു മോനെ, അത് നമുക്ക് വേണ്ട. പാവം പിടിച്ച കൊച്ചമ്മ. പാവം പിടിച്ച കൊച്ചു എവിടെയാണാ പാവം പിടിച്ച കൊച്ചിരിക്കുന്നത്? പാവം പിടിച്ച കൊച്ചിന് അത് വേണ്ട. ബാക്കിയുള്ള തുണി ഞാനിത് വരുമ്പോഴത്തേന് ബാക്കിയുള്ള തുണിയെല്ലാം കൂടെ അലക്കി വെച്ചോണം. അല്ലാതെ ഇവിടെ ഇരുന്നോണ്ട് അമ്പിളിയെ ഓർത്ത് അയ വെട്ടാമെന്നുണ്ടെങ്കിൽ നടക്കത്തില്ല. ഇല്ല, വരണ്ടായിരുന്നു ഗൾഫിന്ന് വരണ്ടാന്നോ? എന്റെ ദൈവമേ, അറബി അങ്ങ് വിളിച്ചാ മതിയായിരുന്നു. അയ്യോ അതല്ല, ദൈവം വിളിച്ചാ മതിയായിരുന്ന. ദൈവമല്ല, അറബി വിളിച്ചാ മതിയായിരുന്നു. നാളെ നിന്നെ ഞാൻ കയറ്റി വിടും. പിന്നെ വേറെ മോനെ ഒരു കാര്യം, അറബിയുടെ കാര്യം പറഞ്ഞപ്പോഴാ, നിന്നെ അന്ന് ഗൾഫിന് വിട്ടില്ലേ ഒരു സാമി? നിന്റെ പാസ്പോർട്ട് കത്തിക്കാൻ കൂട്ടു നിന്നില്ലയോ? ആ സാമി ഇന്നലെ ചോദിച്ചു നീ വന്നോന്ന് ചോദിച്ചു. ചത്തില്ലേ സാമി? ചാകുമോ? ഇനിയും കിടക്കുന്നു ഒരുപാട് പാസ്പോർട്ട് കത്തിക്കാൻ. വേറൊരു കാര്യം, ആ സാമിക്ക് നീ എന്തോ കൊണ്ട് നിങ്ങൾ എഴുന്നേറ്റ് വാടാന്ന് അമ്മ എപ്പോഴും വിളിച്ചു പറഞ്ഞു. ഞാൻ ടീഷർട്ട് കൊണ്ടുവന്നു സാമിക്ക്. ഒറ്റ ഒരു ടീഷർട്ട്. വേറെ സാധനം കൊണ്ടുവന്നത് എന്താ? കത്തർ കർപ്പൂരം. ഇനി കത്തിക്കട്ടെ. കത്തർ കർപ്പൂരോ? വീട് കത്തിക്കാനോ? കത്തിക്കട്ടെ, പുള്ളിയുടെ ആഗ്രഹം ഇല്ലായിരുന്നു. എന്തിനാടാ ഇങ്ങനെ? ദൈവമേ, ഇത് എന്റെ വയറ്റിൽ തന്നെ വന്ന പേരല്ലോ. അമ്മ പോയി തുണി കൊണ്ടിട്ട് പോ. ഞാൻ പോയി തുണി പിരിച്ചിട്ടിട്ട് വരാം. മോനെ ഇത് ബാക്കിയുള്ളത് തന്നെ അറിയിച്ചേ. ഞാൻ ചെരുപ്പ് കഴുകിട്ട്. ചെരുപ്പ് കഴുകിയിട്ട് ഒന്നപ്പോ മോൾ ഇത് തന്നെ. അണ്ണാ
എന്തോ അമ്മയുണ്ട് ഇവിടെ. അമ്മയാണെന്ന് പറഞ്ഞ ഒക്കത്തില്ല. ഞാൻ സിനിമാറ്റിക് ഡാൻസ് കളിച്ചോണ്ടിരുന്നപ്പോ വീട്ടിൽ നിന്ന് വിളിച്ച് പറഞ്ഞു ഇനി നീ വീട്ടിൽ കയറാക്കത്തില്ല, അവൻ്റെ കൂടെ പൊക്കോളെ. ആരുടെ കൂടെ? നിന്റെ കൂടെ. എന്റെ അമ്മയുണ്ട് ഇവിടെ. നീ ഇവിടെ നിന്ന് അമ്മയ്ക്ക് വിഷയമില്ല. ഞാൻ വരും. അമ്മ കൊല്ലുവനെ ഇപ്പോഴും. നിന്റെ കാര്യം അമ്മ പറഞ്ഞു. കൊല്ലത്തില്ല. അമ്മ ഇവിടെ ഉണ്ട്, നിന്നെ കൊല്ലൂന്നാ പറഞ്ഞത്. ഇല്ല, എനിക്കത് വിഷയമില്ല. ഞാൻ ഇന്നലെ വന്നിട്ട് ഇന്നലെ ഫോൺ വിളിച്ചപ്പോ പിന്നെ എന്തുവാ പറഞ്ഞേ, നമുക്കൊരു ഒരുമിച്ച് ജീവിക്കാനും ഇന്ന് വേണേ ചാകാനും റെഡിയാന്ന് പറഞ്ഞതോ. അത് ഇന്നലെ ആവേശം അങ്ങനെയൊക്കെ പറഞ്ഞു. കണ്ടോ ആവേശം ഇങ്ങനെയാണോ കാണിക്കുന്നത്? വീട് കളഞ്ഞ ഞാൻ ഇറങ്ങി വന്നറിയാവോ? എന്നെ വീട്ടിൽ കയറ്റത്തില്ല. അമ്മ ഇപ്പം വരുത്തില്ല. ചന്ദനച്ചോലയിൽ മുങ്ങി കുളിക്കുമ്പോ ഞാൻ പോകത്തില്ലെന്ന് പറഞ്ഞാൽ പോകത്തില്ലെന്ന് പറഞ്ഞാൽ എല്ലാ കാര്യവും ഒരു കാര്യവും പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവേടാ അമ്മയ്ക്ക് ഗൾഫിൽ പോകണ്ട. ഞാൻ പെട്ടെന്ന് തുണി കഴിച്ചിട്ട് വരാം. അമ്മയ്ക്ക് ഗൾഫിൽ പോണ്ട. മര്യാദയ്ക്ക് നീ അല്ലയോ ഗൾഫിൽ പോകാനിരിക്കുന്നത്? വെള്ളത്തിൽ പാമ്പുണ്ട് അമ്മ. വെള്ളത്തിൽ പാമ്പുണ്ട്. എന്തോ പറ്റിയടാ നിനക്ക്? ഉറുമ്പല്ലോ എന്തെങ്കിലും കണ്ടു പേടിച്ചോ മോനെ ഇതുവഴി? ഇല്ല. പിന്നെ എന്തിനു കിടന്നുണ്ട്? അരി അടപ്പേ കിടക്കുന്ന അമ്മ വീട്ടിൽ പോയി അരി അടുപ്പേ കിടക്കുന്നെങ്കിൽ അത് ഞാൻ അരി അവിടെ മൂത്ത് വെച്ചിട്ടാ വന്നേക്കുന്നത്. വേറെ ഇങ്ങോട്ട് മാറി. വെള്ളം കൊള്ളത്തില്ലമ്മ. നിനക്ക് ചൊറിഞ്ഞു വരുന്ന വെള്ളം കാണുമ്പോ? അല്ല, ഫാക്ടറിയിൽ നിന്നൊക്കെ വിഷം കലക്കി വിടുന്നു. എടാ നീ എന്തുവാടാ? നിനക്ക് എന്തോ പറ്റി? അമ്മ. ആഹാ അമ്മ കുമ്മാന്ന് എന്നെ വിളിക്കരുത്. മാറങ്ങോട്ട്. നോക്കി നിൽക്കാതെ ആ തുണിയെല്ലാം കൊണ്ടൊന്ന് പറക്കിയിടാൻ. ദേവി, ഞാൻ ആദ്യമായിട്ട് കാണുവാ ഇങ്ങനെ. ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, കഥയിലും കണ്ടു. എന്തെങ്കിലും വേണോ? കോടാലി വേണമായിരുന്നു. കോടാലി വേണോ? കോടാലി തൈലം വേണോ? കോടാലി തൈലം വേണ്ട, കോടാലി മതി. കോടാലി ഞാൻ അങ്ങനെ ലോഡ് വന്നോണ്ടോന്ന് അറിയത്തില്ല. ഞാനിത് രാമുവിനാ കൊടുക്കുന്നത്. രാമുവിന്റെ കുറച്ച് കൊടുത്ത് കോടാലി തീർന്നു. ഈ രാമു യൂണിയനിലുണ്ട്. അപ്പൊ അവന്മാർക്കും വേണം പോലും. അത് തന്നെയല്ല, നിങ്ങൾക്ക് കോടാലി വേണമെങ്കിൽ രാമുവിന്റെ മേടിച്ചോ. എന്തിനെ പുറകെ നടക്കുക ദേവി? എന്തുവാ മാതാശ്രീ പറയൂ. മാതാവേ, ഞാൻ ചോദിക്കട്ടെ, എന്റെ മോന്റെ കല്യാണം നടക്കുന്നില്ല ദേവി. നടക്കുന്നില്ലയോ? ആ, അവിടെ നീ മോന് ഒരു കല്യാണാലോചന എങ്ങനെയെങ്കിലും ഒന്ന് റെഡിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും. എന്റെ കൈ കഴിക്കുന്നു. ദേവി ഒന്ന് അതൊന്ന് സെറ്റപ്പാക്കി കൊടുക്കാം. സെറ്റപ്പാക്കി തരാം. ഞാനത് അങ്ങനെ ഉണ്ടല്ലേ, ഞങ്ങൾ ആ ജലദേവതയോട് ഞാനൊന്ന് പാടി ചോദിക്കാം. ആ, ചോദിക്കാം. അമ്പിളിയുടെ മോള് മിണ്ടായി തള്ളേ മോനും. തള്ള അമ്മ. ആ തള്ള അല്ല. കര കാണാ കടലല മേലേ മുഖപ്പുങ്കുരുവി പറന്നേ. മോനെവിടാ? ഗൾഫിലായിരുന്നു. അറബി പൊന്നാണ്യം ആകാശത്തെ ഇങ്ങോട്ടേക്കേ. ഈ മരുമകൻ കെട്ടുന്ന പെണ്ണിന്റെ തള്ളയുടെ പേരെന്തുവാ? അമ്പിളി. ആകാശത്തമ്പിളി വന്നേ ഇളം തന്നെ ഈണം പാടിവാ തീരം ഇതങ്ങനെ അതെക്കട്ടെ. അയ്യോ, അതെങ്ങനെ? അത് വേണ്ട, അമ്പിളിയുടെ ബന്ധം വേണ്ട. അമ്പിളിക്ക് അവിടെ എന്താണ് കുഴപ്പം? അമ്പിളിയുടെ അവരുടെ കുടുംബം കൊള്ളത്തില്ല. ഇതുപോലെ ഞാൻ പറയുമല്ല, ദേവിയോട് ഞാൻ പറയും. ഒരു കുടുംബ മഹിമയില്ല. അമ്മ നല്ല അന്ന് ജയിലിൽ കിടക്കുക. അയ്യോ അല്ല, അമ്പിളി എന്ന് പറയുന്നവരെ പറയണ്ട. തൊഴിലുറപ്പിനകത്തുനിന്ന് പെണ്ണുങ്ങളെ എല്ലാം കടം വാങ്ങിച്ചിരിക്കുക. തള്ള അതിര് കടക്കുന്നു. അമ്മ തള്ളേ, വെള്ളത്തിൽ നിന്നുള്ള തള്ള് അതിര് കിടക്കും. അങ്ങനെ എന്തെങ്കിലും നല്ല വരം തന്നു കഴിഞ്ഞാല് തരാം. ഞാൻ ഈ കടലിൽ ജലത്തിന്റെ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുമ്പോഴേ തോട് വഴി വരുന്നത്. പിന്നെ നിങ്ങളെ കണ്ടു, നിങ്ങളെ ഭാഗ്യം എന്ന് പറഞ്ഞോട്ടെ. അയ്യോ ദേവി, ഒരു കാര്യം ചെയ്യും. എന്റെ കാല് കിടക്കുന്നു, ഞാൻ അടുത്തട്ട് വരെ ഒന്ന് പോട്ടെ. അടുത്തിട്ട് പോയിട്ട് വന്നാലും ദേവി, പോയിട്ട് വന്നാലും പോയിട്ട് വരാം. ദേവി പറഞ്ഞ കേട്ടോ? ദേവി പറഞ്ഞ ജലജ കെട്ടാൻ, ജലജയുടെ ബന്ധം വേണ്ടെന്നാ ദേവി. ദേവി അങ്ങനെ പറഞ്ഞാലോ? ജലജ കെട്ടാൻ പറഞ്ഞാലോ? ദേവി പോയില്ലായിരുന്നു. ഞാൻ എളുപ്പം പോകുന്നതാ, പ്രശ്നം എനിക്ക് പറ്റുന്നില്ല. അത് ശരി. എന്നാ ഒരു കാര്യം ചെയ്യും, ഈ കല്യാണത്തിന്റെ കാര്യം ദേവി എങ്ങനെയെങ്കിലും ഈ മകനോട് പറഞ്ഞൊന്ന് തീരുമാനിക്കണം. നല്ല കല്യാണങ്ങൾ. എനിക്ക് മകനോട് സംസാരിക്കണം. അയ്യോ തീർച്ചയായിട്ടും ദേവി, സംസാരിച്ചിട്ട് വരാം. ഒരു കാര്യം ചെയ്യും, അപ്പുറത്ത് പോയി പ്രാർത്ഥിക്കൂ. ഞാൻ പോയി പ്രാർത്ഥിക്കും. എനിക്ക് വെച്ചിട്ടുണ്ട്. പോകാമെന്ന് ഞാൻ പറഞ്ഞാന്നോ? തള്ള കൊല്ലും നമ്മൾ എവിടെ പോയാലും. ഒരു കുന്തം ചെയ്യത്തില്ല. ഞാൻ ചെയ്യത്തില്ല, ഒന്നും ചെയ്യത്തില്ല. നിനക്ക് ധൈര്യപ്പെട്ട് എന്റെ കൂടെ പോര്, എന്റെ കൂടെ പോര്. ഒരു പറഞ്ഞ് വിശന്നിട്ട് വയ്യെന്ന് എനിക്ക്. അമ്മേ ദേവി. എന്തോ ദേവി? ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. കഴിഞ്ഞോ? എന്തുവാ ദേവി? അവിടുന്ന് ഞാൻ വിശന്നിരിക്കുവാണെന്ന് അവിടുന്ന് എങ്ങനെ അരുളി തന്നാലും കഴിച്ചാലും മാതാ.
കണ്ടോ വിശന്ന് ഊപ്പാട് വരും അമ്മ. എന്ത് എന്തോ മാതാശ്രീ പറഞ്ഞോളൂ. ഈ മകന്റെ കല്യാണം എങ്ങനെ നടക്കും? ഒരു കാര്യം ചെയ്യോ, ഞാനൊരു ഒരു നിസ്സാര പറ്റുമെങ്കിൽ പറ്റുമെന്ന് പറയാം. പറ്റുമെങ്കിൽ പറ്റുമെന്ന് പറയാം. ഈ ദേവിയുടെ കൂടെ വിടാൻ താല്പര്യമുണ്ട്. ദേവിയുടെ കൂടെ. എന്റെ മോനെ, ഈ നദിയിൽ വസിക്കുന്ന ദേവി പറഞ്ഞു കേട്ടോ, ആ ദേവി നിന്റെ ഭാര്യയായിട്ട് വരാമെന്ന്. ആണോ? എന്തിനു പോകും? അവിടെ പോവാ കിടന്ന് ചാടുന്നത്. നീന്തറിയാമോ കിടന്ന് ചാടാൻ? ദേവിയുടെ കൂടെ ഇല്ലയോ? തോളി എടുത്തുകൊണ്ട് പോയിക്കോളൂ. എന്റെ കൂടെ വരട്ടെ, അടി പോയി കക്കയൊക്കെ വരാമല്ലോ. അറിയാമോ? ഇല്ല. അങ്ങനെങ്കിലും നിന്റെ ശരീരം എന്നാനും കേട്ടെ. എന്താ പറയാ അമ്മേ ഇത്? കക്ക വാരുന്നെങ്കിൽ എടാ, ഒരു കാര്യം എന്നോട് ഞാൻ പറയാം. ഈ ദേവിയെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കേട്ടോ, ഇവിടെ ശ്രദ്ധിക്ക ഞാൻ പറയുന്നത്. നിനക്ക് മീനിന് മീന്, കൊഞ്ചിന് കൊഞ്ച്, കക്കാങ്കി കക്കാവുന്നു, കക്കയ്ക്ക് കക്ക, ഇതെല്ലാം പോട്ടെ. നീലത്തിമംഗലം നിന്റെ അളിയനാന്ന് പറയുന്നത് 4 പേരുടെ ഡോൾഫിൻ നമ്മുടെ ബന്ധുവാകുന്ന കുഴപ്പമുണ്ടോ? ഡോൾഫിന് നിന്റെ ഉപ്പാപ്പൻ. ഡോൾഫിന്റെ കാര്യം അത് എടുത്തിച്ചാട്ടമുള്ള കാര്യം, നമുക്ക് അത് വേണ്ട. നമുക്കുള്ളതല്ല കേട്ടോ. ഇതെങ്ങനെയാലും ഒന്ന് ഉറപ്പിക്ക്, സെറ്റപ്പാക്ക്. എന്താ തീരുമാനിച്ചു ദേവി? ഞാനാ അമ്മ. ഞാനെല്ലാം മകനോട് പറഞ്ഞു ഉറപ്പിച്ചിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ടോ? ഉറപ്പിച്ചിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യും. സമ്മതിച്ച സ്ഥിതിക്ക് ഞാൻ എന്നാ പയ്യനെ കൊണ്ട് പോട്ടെ. ജലത്തിനടി പോയാലും. പക്ഷേ വേറൊരു കാര്യം, എന്തോ ജലത്തിനടി പോകുമ്പോൾ ഈ അമ്മയും നിങ്ങളുടെ കൂടെ വരും. ഒരു പരിപാടി ചെയ്യാം. നടുക്ക് എന്നിട്ടേ ഞാൻ തള്ളയുടെ കൈ പിടിക്കും. എടുത്തങ്ങ് ചാടണം. സമയത്ത് ഞാൻ അങ്ങ് വിടും. ഞാൻ 1 2 3 എന്ന് പറയുമ്പോ ഒരുമിച്ച് അടിക്കണം. മാതാവേ, പഴം തിന്ന് കഴിഞ്ഞില്ലേ? വരൂ, നമുക്കന്ന് ഒരുമിച്ച് ചാടാം. ഒരുമിച്ച് ചാടാൻ ദേവി. ഈ അമ്മ ഇതിന് തയ്യാറാ. എന്റെ മോനെ, എനിക്ക് വേണ്ട ഇനി ഇവിടത്തെ ഒറ്റയ്ക്കുള്ള ജീവിതം. റെഡിയാണോ മോനെ? പതുക്കെ കയറേ. നല്ല ആഴമുള്ള കടലായത്. റെഡി? 1 2 3. ഇനി നമുക്ക് കരയിൽ പോയി സ്വസ്ഥമായിട്ട് ജീവിക്കാം. കല്ലൊഴുക്കിനകത്താ. ഓക്കെ ഓക്കെ ജലദേവതേ. ഞാൻ ആക്ച്വലി സ്കിറ്റ് കണ്ട് എന്റെ അമ്മയുടെ ഭാഷയിൽ പറഞ്ഞ അട്ടഹസിക്കുമായിരുന്നു അവിടെ കിടന്ന്. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. പ്രത്യേകിച്ച് ഹരിച്ചേട്ടനതാ ഇത്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാം. പോകാം നമ്മുടെ കാര്യക്കാരിലേക്ക്. പ്രജാതായിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു സ്കിറ്റ്? അടിപൊളിയായിരുന്നു. ഹരി, സുജിത്തെ, രാജേഷേ, ഒരു രക്ഷയിലാണ്. നിങ്ങളൊരു വരവ് വന്നിട്ട് 1.5 വരവാണ് ഓരോ സ്കിറ്റിനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നോ ആ സാധനം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റി എന്നുള്ളതിനാണ് ഏറ്റവും വലിയ കൈയടി തരേണ്ടത്. കാരണം ഞാൻ ഈ സത്യം പറഞ്ഞാൽ സുജിത്ത് നടന്നു വന്നില്ല. ആ നടപ്പിന് തന്നെ എന്ത് രസമായിരുന്നു. എന്നാൽ ഇങ്ങനെ പിടിച്ചൊരു നടപ്പ് വന്നപ്പോൾ തന്നെ രസമൊക്കെ പറയുന്നത് നടപ്പ് കേട്ടോ. കാര്യം ആ നടപ്പിൽ തന്നെ നമുക്ക് സാധനം പിടിച്ചു. അതിനുശേഷമാണ് എൻ്റെ ഹരി ഒരു രക്ഷയിലാണ്. ഹരിയുടെ ഒരു പ്ലേ എന്ന് പറയുന്നത്, നമ്മൾ ഈ ജലദേവത കഥ പണ്ട് തൊട്ടേ കേൾക്കുന്നതാണ്. രാമുവിന് കോടാലി തൈലത്തിനെ കുറിച്ച് പറയുന്നു. കോടാലി വേണം, കോടാലി തൈലം വേണം. പിന്നെ ഈ ആക്ഷൻസ് പരിപാടി, അതൊക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. കാര്യം നമുക്ക് ഒന്നിനൊന്ന് കണക്ട് ചെയ്ത് ചിരി ഇല്ലാത്ത നിമിഷങ്ങളില്ലായിരുന്നുള്ളതാണ്. ചിരി 100% നമുക്ക് തന്നു ഈ സ്കിറ്റിൽ. അത് നിങ്ങൾ ഗംഭീരമായിട്ടത് പ്രസൻറ്റ് ചെയ്തു എന്നുള്ളതാണ്. പിന്നെ ക്ലൈമാക്സ്, നല്ല ഗംഭീരമായൊരു ക്ലൈമാക്സും കൊണ്ടെത്തിച്ച് നന്നായിട്ട് നിങ്ങൾ പെർഫോം ചെയ്തു കേട്ടോ. അടിപൊളി. ചേട്ടാ, ഇത് ഇരുകൈ നീട്ടിയും ഇരുഹൃദയമില്ലല്ലോ, ഒരു ഹൃദയമുള്ളൂ. തിരുഹൃദയം വരെ സ്വീകരിക്കുന്നത്. കാരണം ഈ ജലദേവത ഇവിടെ ആ ഐഡിയ ഇവിടെ നിന്ന് കിട്ടിയതാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ജലദേവത ആവാന്ന് വേറെ മാർഗമില്ല. അതുമല്ല, കടലിലും പുഴയിലൊക്കെ മിസ്റ്റേക്ക് വരുമ്പോ തോടെ വഴി വന്നാണ് ജലദേവത ഇങ്ങനെ കക്ക വെറുക്കാനായിട്ട് ഇങ്ങനെ നടക്കാണല്ലേ. ഗംഭീരമായിട്ട് ഇത് ഓർത്ത് ചിരിക്കാൻ. കാരണം നമുക്ക് ടിനി ഒരു കാര്യം നമ്മൾ വിട്ടുപോയി കേട്ടോ. അതൊരു അസാധ്യ കൗണ്ടറായിരുന്നു. ആനയുടെ തുമ്പിക്കൈ സ്പിരിറ്റ് വിട്ടുപോയി കേട്ടോ. അത് പറയാം. കാരണം ഒരു തോന്നാത്ത കുരുത്തൊക്കെ എടുത്തത് എന്തൊരു ക്രൂരത. അത് നടന്ന് തന്നെ കഷ്ടപ്പെടുകയാണ് ഇപ്പൊ ആന എന്ന് പറഞ്ഞിട്ട് ഉത്സവത്തിന്. ഇനിയിപ്പോ ഈ ഐഡിയ കിട്ടിയ തടി പിടിപ്പിക്കണത് ഓക്കെ, ഇത് പോലീസും പിടിക്കും. ആ വക കേസുകളില്ലെങ്കിൽ ഈ പരിപാടി ഗംഭീരമായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. അടിപൊളി. ഇത് സെക്കൻഡ് പാർട്ട് എന്ന് പറയാൻ പറ്റൂല. കാര്യം ആദ്യത്തെ ഇതില് മന്ത്രവാദിയായിരുന്നല്ലോ. അപ്പൊ അതിൽ നിന്ന് മാറ്റിയിട്ട് ഇത് അന്ന് ഗൾഫിൽ വിട്ടിട്ട് അന്ന് മുതൽ ഈ 2 വർഷം കൂട്ടിയിട്ട് തുണി അലക്കാനായിട്ട് ഒരു തോട്ടിൽ വരുന്നു. കഥ നല്ല കഥയാണ്. പിന്നെ ഈ കോസ്റ്റ്യൂമിന് റീസൺ ഉണ്ട്. സിനിമാറ്റിക് ഡാൻസ് കളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് വിളിച്ചത്.
അന്നേരം തന്നെ വീട്ടിൽ ചെന്നപ്പോൾ അമ്മ കേട്ടില്ല, അവൻ്റെ പോയി പുറത്തോളം പറഞ്ഞു, അങ്ങനെ പോന്നു. അപ്പോൾ ആ കോസ്റ്റ്യൂമിനൊരു കാരണമായി. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിതെല്ലാം കറക്റ്റ് ലോജിക്കലിലാണ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് മനോഹരമായിട്ട് എനിക്ക് സുജിത്തിൻ്റെ ആദ്യത്തെ ആ നടപ്പ് രക്ഷയില്ലായിരുന്നു. കാര്യം നമ്മൾ അതിലേ ചിരിച്ചു പോയി ആ നടപ്പിൽ തന്നെ. പിന്നെ ആ ഇത് കരകാണ കടലുമേലെ ആ കഥയ്ക്കകത്തുള്ള ക്യാരക്ടറുടെ പേരും അതിൻ്റെ അകത്ത് ആകാശത്തമ്പിളി വന്നേ. ഈ പാട്ട് വെച്ചിട്ടാണ് ആ പേരുകൾ ഉണ്ടാക്കിയത്. പാട്ട് പിന്നീട് ആണോ? അത് തപ്പിയെടുത്ത സാധനമാണ്. കാര്യം ആ പേരുകളുള്ള ഒരു പാട്ട് കിട്ടണം. അപ്പൊ കറക്റ്റ് അതിന്റെ ലോജിക്കലായ ഒരു പാട്ടുമാണ് കിട്ടിയത്. അപ്പൊ നിങ്ങൾ നല്ലപോലെ അധ്വാനിക്കുന്നുണ്ട് മക്കളെ. നിങ്ങൾ ഉണർന്നു കഴിഞ്ഞു. ഇങ്ങനെ ആയിരിക്കണം ഇനി മുമ്പോട്ടുള്ള. നിങ്ങൾ ഓൾറെഡി ഇതിന്റെ എല്ലാ കറക്കിക്കുത്തുകളും അറിയാവുന്നവരായി മാറി. അപ്പം നിങ്ങൾ ഓൾറെഡി മനസ്സിൽ പ്ലാൻ ചെയ്താൽ നിങ്ങൾക്കത് ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റും. 1-2 റിഹേഴ്സൽ നോക്കുക, കയറി നടിക്കുക. പിന്നെ ആരെയും വിട്ടുപോയാലും കയറി പിടിക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ആർട്ടിസ്റ്റുകളുമാണ് നിങ്ങൾ. അപ്പോൾ എന്തായാലും വളരെ മനോഹരമായിട്ട് കേട്ടോ ഈ സ്കിറ്റ് നിങ്ങൾ കൊണ്ട് വൈൻഡപ്പ് ചെയ്തു. നന്നായി. ഓൾ ദ ബെസ്റ്റ്. നല്ല ഗംഭീര കമന്റ്സ് കിട്ടിയ സ്ഥിതിക്ക് ഗംഭീര മാർക്സ് പ്രതീക്ഷയുണ്ട്. നമുക്ക് ടിനിച്ചേട്ടനോട് ആദ്യം മാർക്ക് ചോദിക്കാം. ചേട്ടാ, ഞാനൊരു 18,000 രൂപ. 18,000. പ്രചോദേട്ടാ? ഞാനും കുറയ്ക്കുന്നില്ല, ഞാനൊരു 20,000 രൂപ. ഓ, 38,000 രൂപയാണ് ഇപ്പോഴത്തെ ടോട്ടൽ. ആൻഡ് ഫൈനൽ റിവീൽ ചെയ്യുന്നു നസീർക്ക. ബാക്കി അവൻ ആഗ്രഹിച്ച അമ്പിളിയെ അവന് തന്നെ കെട്ടിച്ചു കൊടുക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള ചെലവിന് അതാണ്ട് കിടക്കുന്നത്. അതിനുള്ള ചെലവിനുള്ള പൈസ സിൽവർ പഞ്ചാണ് ജലദേവത അടിച്ചിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. സന്തോഷായില്ലേ? ഇനി ഗൾഫിലൊന്നും പോകണ്ടല്ലോ. അമ്മയ്ക്ക് സന്തോഷായില്ലേ? എന്ത് തോന്നുന്നു പറയൂ രാജേട്ടാ. സന്തോഷം. ഇന്നലെ നമ്മൾ ഇപ്പം പറഞ്ഞതിൻ്റെ വീട്ടിൽ നമ്മൾ നല്ലൊരു വർക്ക് ചെയ്യുന്നുണ്ട്. വർക്ക് ചെയ്യുന്നതിൻ്റെ റിസൾട്ട് കിട്ടുന്നുണ്ട്. അത് സമയം കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ സ്കിറ്റ് പാളി പോകുന്നത്. നമുക്കറിയാം. ഇനി എന്തോരം നല്ല സ്കിറ്റുകൾ നമ്മൾ ഉറപ്പായിട്ടും വരും. ഓ, നമുക്കത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ ഇവരുടെ ഫാൻസ് എന്നുള്ള രീതിയിൽ. ഓക്കെ, സുധേട്ടൻ പറയൂ. ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും വർക്ക് ചെയ്ത് ഞങ്ങൾ 3 പേരും കൂടി. ഇവർ 2 പേരുടെയും പ്ലാനിങ്ങും അതുപോലെ ആയിരുന്നു. അതിനെല്ലാം ഒരുപാട് സന്തോഷം. നല്ല രീതിയിൽ ഞാൻ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച നമ്മുടെ പ്രിയ കോന്നിക്കാരൊക്കെ ഉണ്ട് ഇതിനകത്ത്. നമ്മുടെ എന്റെ അയലോക്കൊക്കെ ഉണ്ട് കേട്ടോ. അയലോക്കെ ഉണ്ട്. അപ്പൊ നീ കാശ് കൊടുത്ത് ശരി. എത്ര രൂപ വെച്ചു അവൻ? മീനാക്ഷി, ഒരു കൗണ്ടർ അവരുടെയാന്ന് പറയുന്നു. അതെന്താണ്? ഞങ്ങളുടെ സ്വന്തം നാട്ടുകാരാ ഇവര്. ഞങ്ങളും പത്തനാപുരം പുനലൂർ ഏരിയയിലുള്ളവരാണ്. പിന്നെ ഇവര് പറഞ്ഞത് കുട്ടികളിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ അടുത്തുള്ള അംഗൻവാടി പോയാൽ കാണാമെന്ന് പറഞ്ഞു. അത് ഏറ്റവും നല്ലൊരു കൗണ്ടറാണ്. ഞങ്ങളെല്ലാവരും അംഗൻവാടി ടീച്ചർമാരാണ്. ഞങ്ങള് 3-4 ജില്ലകൾ ക്രോഡീകരിച്ചാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ സന്തോഷമായില്ലേ നാട്ടുകാരുടെ സിൽവർ പഞ്ച് അടിച്ചിരിക്കുകയാണ്. ഉള്ള കാര്യം പറയാം. ഞാൻ ഒരു UK ഒരു ട്രിപ്പ് കുറെ കാലം ഞാൻ ഇറങ്ങിയിട്ടാണ് വന്നത്. ഞാൻ ഇവരടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് അവിടെ നിന്ന് വിളി വരാറുണ്ട് അല്ലേ? പത്തനംതിട്ട അല്ലെങ്കിൽ ആ അസോസിയേഷൻ ആദ്യം വന്നിട്ട് പറയുന്നത് നിങ്ങളുടെ കാര്യമാണ്. അവിടെയുള്ള അവരുടെ സന്തോഷം നിമിഷങ്ങൾ ഫുൾ ജോലിയായിട്ട് കിടക്കുന്നത്. പക്ഷെ അവരുടെ ഏറ്റവും വലിയ സന്തോഷം നിങ്ങളാണ്. അതൊരു ഭാഗ്യമാണ്. ഞാൻ ഓർക്കണം, വേറൊരു രാജ്യത്ത്, വേറൊരു സ്ഥലത്ത്, വേറൊരു സമയത്ത് ഇവരെ ആസ്വദിച്ചുകൊണ്ടിരിക്കുക കണ്ടിന്യൂസ് ആയിട്ട്. അതിൻ്റെ ഒരു ഓറ എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. ദൈവം തന്നൊരു ഭാഗ്യമാണ്. ഓൾ ദി ബെസ്റ്റ്. ഇനി ചേട്ടൻ പോകുമ്പോൾ ഞങ്ങളോടെ കൊണ്ടുപോകും, നമുക്ക് ഒരുമിച്ച് സന്തോഷിക്കാം. ഞാൻ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, എന്നെ കൊണ്ടുപോകേണ്ടി വരും. കൊള്ളാം. അപ്പം ഇവർ 2 പേരും സംസാരിച്ചു. പക്ഷെ സ്കിറ്റിന്റെ ബാക്ക് ബോൺ ആയിട്ടുള്ള നമ്മുടെ ജലദേവത ഹരിച്ചേട്ടൊന്നും സംസാരിച്ചില്ല. സിൽവർ പഞ്ച് അടിച്ചിരിക്കുകയാണ്. പറയൂ ഹരിച്ചേട്ടാ. സിൽവർ പഞ്ച് അടിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞങ്ങൾ അതുപോലെ വർക്ക് ചെയ്തായിരുന്നു, നല്ലപോലെ കഷ്ടപ്പെട്ടു. എനിക്ക് പറഞ്ഞ പോലെ ചില സ്കിറ്റ് താണു പോയത് മറ്റേ പ്രോഗ്രാം ഉള്ളതുകൊണ്ട് മാത്രമാണ്. ഇത് കിട്ടിയത് ഒരുപാട് സന്തോഷം. ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത എല്ലാവരോടും എൻ്റെ നന്ദി. മീശ പഠിച്ചല്ലേ? പിന്നെ പഠിക്കേണ്ട വന്നു. അല്ല, അവര് 3 പേരും അങ്ങനെ ഫീമെയിൽ ആകണമെങ്കിൽ ഫീമെയിൽ ആകും. ഇല്ലാത്തവരവര്. അപ്പൊ ഒരിക്കൽ കൂടി ഒരു വലിയ കൈയ്യടി നമ്മൾ നൽകുകയാണ്. 80,000 രൂപയാണ് ജലദേവത അടിച്ചുകൊണ്ട് വെള്ളത്തിലേക്ക് പോകുന്നത്. അപ്പൊ എന്തായാലും നമുക്കിനി വീണ്ടും കാണാം കേട്ടോ. അപ്പം താങ്ക് യു. ചേച്ചിമാരെ, നിങ്ങൾ സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റ് കണ്ടിട്ടുണ്ടോ? ഇല്ല. നമുക്കൊന്ന് കാണാൻ പോയാലോ? ഇവരൊക്കെ ഇവിടെ ഇങ്ങനെ ജഡ്ജ് ചെയ്ത് വെറുതെ ഇരിക്കുക. നമുക്കൊന്ന് വർക്ക് പ്ലേസിലേക്ക് പോയിട്ട് വരാം. അപ്പൊ അടുത്തൊരു അഡാർ ഐറ്റം ആയതാ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നു. ശ്യാം ചേട്ടൻ, ബിജു ചേട്ടൻ ആൻഡ് മനോ ചേട്ടൻ. ഇത് ഐറ്റം വേറെ. ഹലോ, അതെ 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 ഈ പ്രൊഡക്ഷൻ കൺട്രോളർ സജി കുണ്ടന്നൂർ. അതെ അതെ 1008 ഫോണുള്ള. അതെ അതെ. അല്ലല്ല, അവിടെ ലൊക്കേഷൻ ആളെ അയച്ചായിരുന്നു ഞാൻ. സത്യം പറഞ്ഞാൽ ഞാൻ അയച്ചു. നമ്മുടെ പിള്ളേർ അവിടെ ഉണ്ട്. ഞാൻ വേറെ ലൊക്കേഷനാണ് സാറേ. അതാണ്. ഓക്കെ സാറേ, ഓക്കെ സാറേ, സന്തോഷം. എല്ലാം കൂടെ
ഏതോ ഒരു പരിചയമില്ലാത്ത നമ്പർ ഇത്. ഹലോ ഹലോ സജി കുണ്ടന്നൂരാണോ? സജി കുണ്ടന്നൂരുണ്ടോ? കുണ്ടന്നൂർ പോയി സജിയോട് ചോദിക്കണം. ഞാൻ വേറെ ലൊക്കേഷനിലേക്ക് കൊടുക്കും. അതല്ല പ്രൊഫഷൻ കൺട്രോളർ സജി കുണ്ടന്നൂരാണോ? അതെ അതെ, പ്രശസ്ത പ്രൊഫഷൻ കൺട്രോളർ സജി കുണ്ടന്നൂരാണ്. ആരായിരുന്നു സാറേ? ഞാനൊരു പഴയ സംവിധായകനാണ്. ഓ ശരി, സാറിന് പേരെന്താ സാറേ? PKD അണ്ടിപ്പള്ളിക്കാവ്. അയ്യോ കേട്ടോ? ഇതേത് പുല്ലരാന്തോ എന്തോ. പറ സാറേ, എനിക്ക് അറിയാം സാറേ, പറ സാറേ. സജിയേ, എനിക്കൊരു പുതിയ സിനിമ ചെയ്താൽ കൊള്ളാന്നുണ്ട്. നമുക്ക് ചെയ്യാം സാറേ. അതിനെന്താ സാറേ? പൈസകളാണെന്ന് ഭയങ്കര ആഗ്രഹം. അതെല്ലേ, ഇഷ്ടം പോലെ അടുക്കി വെച്ചേക്കുമായിരിക്കും അല്ലയോ? സിനിമയുടെ പേരേ നീർക്കുമ്പളക്ക് എന്ത് ആയുസ് കുറവ്. അയ്യോ ഉഗ്രം പേര് സാറേ. കാരണം ഈ അടുത്ത കാലത്ത് അങ്ങനെ ഒരു പേര് ഇതുവരെ എനിക്ക് കൺട്രോൾ ഇല്ല. സജിയാണ് എനിക്ക് കൺട്രോൾ ചെയ്ത് തരാൻ. ഈ നിമിഷം മുതൽ സാറിന്റെ ഫുള്ള് കൺട്രോൾ ഞാൻ ഏറ്റെടുക്കുക. ഞാൻ യൂണിറ്റ് ഒക്കെ നല്ല യൂണിറ്റ് ആയിരിക്കണം. സെറ്റ് ചെയ്യാം സാറേ. പിന്നെ ക്യാമറ റെഡ് വേണം. അയ്യോ സാറേ, അവിടെ ചെറിയൊരു പ്രശ്നം വരുമല്ലോ സാറേ. അതെന്താ? നമ്മുടെ ഈ റെഡ് അല്ല ഇരിക്കണേ, നമ്മുടെ ഒരു ചെറിയ ചാര കളറായിരിക്കുന്നത്. അത് വിഷയം ഉണ്ടാ? അയ്യോ, റെഡ് കമ്പനിയുടെ ക്യാമറ. അയ്യോ ഇപ്പൊ വർക്ക് കളക്കാൻ റെഡ് കമ്പനി ഉണ്ട് സാർ. ലെൻസ് എവിടെ നിന്ന് എടുക്കും? എന്താ സാറേ? ലെൻസ് എവിടെ നിന്ന് എടുക്കും? ലെൻസ് എന്റെ അമ്മൂമ്മയുടെ കണ്ണടിക്കാൻ നിൽക്കാം. അത് ഞാൻ പേന നോക്കാനില്ല, സിനിമ ചെയ്യാൻ വേണ്ടിയാ പറഞ്ഞേ. അയ്യോ വർക്ക് കളഞ്ഞാൽ ക്യാമറയുടെ ലെൻസ് ഉണ്ട് സാർ. അത് അവരുടെ സെറ്റാണ്, അങ്ങനെയാണ് വരുന്നത്. അപ്പൊ നായിക എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വിറ്റ്സർലൻഡിൽ നിന്നാക്കാം. സ്വിറ്റ്സർലൻഡിൽ നിന്ന് പിടിക്കാം സാർ. നമ്മുടെ പിള്ളേർ അവിടെ കിടക്കില്ലേ? അപ്പൊ സ്വിറ്റ്സർലൻഡിൽ നായികയ്ക്ക് എന്തോ കൊടുക്കും? പൊറോട്ട മാത്രം കൊടുത്താൽ പോരാ, കറിയും കൂടെ കൊടുക്കേണ്ടി വരും. അതല്ലത് പെർ ഡേ എത്ര കൊടുക്കണം? പെർ ഡേ നമുക്ക് സാർ ഒരു 50 lakhs കൊടുക്കേണ്ടി വരും സാർ. 50 lakh എന്ന് പറയുമ്പോ 50 ലക്ഷം കൊടുക്കേണ്ടി വരും സാർ. 50 ലക്ഷം. സ്വാമിനാഥ നമുക്ക് റൂം എടുത്ത് ഒരു ദിവസം ഇരിക്കണം കേട്ടോ സാറേ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല. സ്വിറ്റ്സർലൻഡ് വിട്ടേരെ. കൽക്കട്ടയിൽ വരുവോ? കൽക്കട്ടയിൽ നല്ല കൊഴുക്കട്ട പോലത്തെ പിള്ളേരുണ്ട് സാർ. നമ്മുടെ കൽക്കട്ടയിലെ കൊഴുക്കട്ടയ്ക്ക് പെർ ഡേ എന്തോ കൊടുക്കേണ്ടി വരും? കൽക്കട്ട നമുക്കൊരു 25 lakhs പിടിക്കാം സാറേ. പറഞ്ഞാ ഈ 25 ലക്ഷത്തിന് പിടിക്കാം. 25 ലക്ഷം എന്ന് പറയുമ്പോ ഇരിക്കണം സാറേ. ഒന്ന് കച്ചേരി പാടാനല്ല പറഞ്ഞത്. നമുക്ക് ഇവിടെ വേണ്ട, കൽക്കട്ട വേണ്ട. കൽക്കട്ട വേണ്ട. കേരളത്തിൽ നിന്ന് ഇവിടെ കിട്ടുവോ? കേരളത്തിൽ നിന്നോ? സ്വിറ്റ്സർലൻഡ് വിട്ടോ? വിട്ടു. എത്ര നമ്മള് ബഡ്ജറ്റ് ഉദ്ദേശിക്കുന്നത്? എങ്ങനെയാ? നമ്മുടെ സിനിമ എന്ന് പറഞ്ഞാൽ 10 ഒതുക്കണം. അത് ശരി. സാറിന്റെ പടത്തിന് പേരെന്തോ സാറേ? നീർക്കുമ്പളക്ക് എന്റെ ആയുസ് കുറവ്. ഇപ്പൊ ഫോൺ കട്ടിയില്ലേ, നിന്റെ കുമ്പള ഞാൻ കുത്തിപ്പൊട്ടിക്കും. ഫോൺ വെക്കടാ. ഒരേ തമ്മാരെ പിടിച്ച് സ്വത്തത കളയാണ്ട്. അടുത്തത്. ഹലോ, എന്റെ പൊന്നു കൂട്ടുകാരെ, അവിടെ എത്തുമെന്ന് പറഞ്ഞാൽ എത്തുകയല്ലേ? പിന്നെ ഇങ്ങനെ മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കാനോ? പിന്നെ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ ഒരു മിനിറ്റ്. നമ്മുടെ ഈ ഹോട്ടലിന്റെ ഫ്രണ്ടിൽ കയ്യാട്ടി വിളിക്കാൻ നിൽക്കുന്ന മറ്റേ ബൊമ്മയില്ലേ, അത് ആരാണ് അപ്പൊ ഇന്ന് എന്റെ വീട്ടിൽ ഷൂട്ടുണ്ട്. ഇന്നുണ്ട് സാറേ. നമ്മുടെ ബാക്ക് സൈഡേ സാറേ ഇന്ന് എടുക്കുന്നത്. ഉണ്ട് സാർ. സാറ് ഞാൻ രാവിലെ വന്ന് സാറിനെ കണ്ടില്ല. ഞാൻ രാവിലെ ഒരു 4 കിലോമീറ്റർ നടക്കാൻ പോകും. ഓ ശരി സാർ. ഷുഗർ ഉണ്ടോ? ഇല്ല. പ്രഷർ ഉണ്ടോ? ഇല്ല. പിന്നെന്തിനാ? കുറച്ച് പൈസ ഉണ്ട്. ഞാൻ വെറുതെ വീട്ടിൽ നിന്ന് തിന്നുവല്ലോ. അങ്ങനെ ഞാൻ നടക്കാൻ പോയത്. എന്റെ കല്ലൊരു കാല് നടപ്പ് മറന്നു പോകും. ശരിയല്ലേ സാറേ? അതെ, നായികയൊക്കെ വരും. നായികരെ വിളിക്കണേ. ഓ സാറേ, ഒരു മിനിറ്റ് സാറേ. ഹലോ, എത്തിയില്ലേ? ഇതുവരെ എത്തിയില്ലേ? ഞാൻ പറഞ്ഞല്ലേ ഡേറ്റ് കാശാവുമെന്ന് ഞാൻ പറഞ്ഞല്ലേ. എൻ്റെ സാറേ, ഈ നായിക വരാൻ ഒരു ലേറ്റ് ആകും. അതാണ് ഈ വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എത്താനുള്ള ശ്രമം നടത്തുക കേട്ടോ. ഞാനിവിടെ അല്ലേ ഈ ഡയറക്ടറിനെ ചീത്ത പിടിക്കുന്നത്. എന്താ സാറേ? നായികയുടെ അമ്മ വരുമോ? നായികയുടെ ഞാൻ പലം പിടിക്കാൻ പറഞ്ഞു സാർ. അതൊക്കെ തന്നെ ഞാൻ പിടിക്കാൻ പെട്ടെന്ന് സാറേ. ഈ നായികയുടെ അമ്മയുടെ പുറകെ നടക്കുന്നത് അത് വിഷയം കേട്ടോ സാറേ. ഞങ്ങൾ ചുമ്മാ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. സാർ ഇന്നലെ നായികയുടെ അമ്മയായിട്ട് അവിടെ പോയാ സാറേ? ഞാൻ അവർക്ക് മാങ്ങ വേണമെന്ന് പറഞ്ഞാൽ ടെറസിന്റെ മേലെ കയറി മാങ്ങ പറിച്ചു കൊടുക്കാൻ കയറി പോയതോ. എങ്ങനെ ഇരിക്കുന്നു? പുള്ളിയുടെ കാലം നഖം വെട്ടണേ, അതിനും വരെ ഇവിടെ സെർവൻ്റ് ഉണ്ട്. അത്ര കോടീശ്വരൻ നായികയുടെ അമ്മയ്ക്ക് മാങ്ങ പറിക്കാൻ ടെറസേ കയറിയിരിക്കും. എന്തിന്റെ കേടാ സാറേ? പിന്നെ ഞാൻ ഒരു കാര്യം പറയാം സാർ. ആവശ്യമില്ലാത്ത ഫീൽഡിൽ ചെന്ന് കയറില്ലേ സാറേ? ഇന്നലെ ഡയറക്ടർ എന്നെ ചീത്ത വിളിച്ചു. സാർ ആ ഫ്രെയിമിൽ എവിടെ ചെന്ന് കയറിയെന്ന് പറഞ്ഞ് എന്നെ ഡയറക്ടർ ചീത്ത വിളിച്ചു. ഞാൻ ചുമ്മാ അതിന് നടന്നു പോയപ്പോൾ കിട്ടിയത്. ഞാൻ അവസാനം പറഞ്ഞു, ഞാൻ പറയാം കലാപം പ്രചോദനാണെന്ന് പറഞ്ഞ് ഞാൻ സെറ്റ് ചെയ്ത് നിർത്തി. അപ്പൊ ഞാൻ പ്രചോദനോട്ടിരിക്കുവാന്നോ? പ്രചോദനോട്ട് ഇരിക്കുമല്ല. സാർ വെച്ചേക്കുന്ന തൊപ്പിയില്ലേ, അത് പ്രചോദനം മുടി പോലെ ഇരിക്കുക. അത് നിങ്ങൾ വലിയ സിനിമാക്കാരൊക്കെ ആയിരിക്കും. നിങ്ങൾ ആവശ്യമില്ലാതെ ഓരോരുത്തരെ കളിയാക്കി കൊടുക്കും വേണ്ട. സജി സിനിമാക്കാരൻ പറഞ്ഞ് കിടന്ന് അളവുകയും ചെയ്യില്ല. എനിക്കൊരു 100 സിനിമ ചെയ്യാനുള്ള പൈസ എന്തെങ്കിലും ഉണ്ട്? എനിക്കറിയാം സാർ. എനിക്ക് പോക്കറ്റിലോട്ട് കൈയിട്ട് നോക്കാം. എന്ത് ചെയ്യും? ആവശ്യത്തിന് പൈസ ഉള്ളവനാ നിക്കർ മര്യാദ ഇടാൻ സാറേ. ഞാൻ സെറ്റ് ചെയ്യാം സാറേ. ആവശ്യമില്ല അവിടെ ചെന്ന് കയറില്ലേ സാറേ? ഇല്ല. എപ്പോഴാ വരുന്നതെന്ന് പറയണം നടിയുടെ അമ്മ. ഓ ഹലോ, എത്തിയോ? നായിക എത്തിയോ? അത് മതി. ഇനിയിപ്പോ പ്രശ്നമില്ല. ഇനി ബാക്കി ഞാൻ ഓക്കെ ആക്കാം. ഓക്കെ, ആയിക്കോട്ടെ. ഈ വീട് എന്റെ
എന്റേതാണോ? അതെ മാഡം. ഈ വീട് ഞങ്ങൾക്ക് സിനിമയുടെ ഷൂട്ടിങ്ങിന് തന്നതാണോ? അതെ അതെ മാഡം. ഈ സിനിമയ്ക്ക് ഞാൻ എന്റെ വീട് ഷൂട്ടിങ്ങിന് തരുമ്പോ ഞാൻ എന്തായിരുന്നു പറഞ്ഞത്? മാഡത്തിന് ഈ സിനിമയിൽ ഒരു വേഷം തരണമെന്ന് വേഷം വേണം. ഞാൻ പറഞ്ഞിട്ടുണ്ട് മാഡം. പക്ഷേ അത് ഡയറക്ടർ അതിന്റെ ഒരു ഇതിലിരിക്കും. എന്തോ ഇതിന് പുള്ളിച്ചിരി എനിക്കൊന്നും അറിയണ്ട. എനിക്ക് സിനിമയ്ക്ക് അത് വേഷം കിട്ടണം. അല്ല മാഡം അങ്ങനെ പറയല്ലേ മാഡം. ഞാൻ മനഃപൂർവ്വം അല്ല മാഡം. ഞാൻ ഡയറക്ടറോട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ പുള്ളി ചൂടനാണ്, അതുകൊണ്ടാണ്. ഒരുപാട് കലാപാരമ്പര്യമുള്ള ഒരാളാണ് ഞാൻ, അതുകൊണ്ടാണ് ഞാൻ എനിക്ക് ഒരുപാട് കലാപാരമ്പര്യം ഉണ്ട് മാഡം. അങ്ങനൊന്നും കളിയാക്കൊന്നും ചെയ്യല്ലോ. നിങ്ങൾക്ക് എന്തോ കലാപാരമ്പര്യം? എന്റെ അപ്പൂപ്പൻ ഭയങ്കര കലാകാരനായിരുന്നു. എന്ത് കലാകാരൻ? പിന്നെ എത്ര ക്ലബിൽ നിന്ന് സോപ്പോട്ടി വരെ സമ്മാനം കിട്ടിയിട്ടുണ്ടെന്ന് അറിയാം. ആണോ? അതെ അതെ അതെ. എന്നിട്ട് ഇപ്പൊ അപ്പൂപ്പൻ എവിടെയുണ്ട്? അപ്പൂപ്പൻ ആ സോപ്പോട്ടിക്കകത്ത് ഒളിക്യാമറ വെച്ചെന്ന് പറഞ്ഞ് പോലീസ് തൂക്കി അകത്തിട്ടിരിക്കുന്നു. പക്ഷേ ആളിപ്പോ ഭയങ്കര നടന്നു പോകുമ്പോ ഭയങ്കര ക്രഷാ. ഈ പ്രായത്തിലും ക്രഷ്? ആ ക്രഷ് അല്ല, പോലീസുകാർ ഇടിച്ച് എല്ലാം ഇടിച്ചിട്ടെ നടന്നു പോകുമ്പോ ഇങ്ങനെ ക്രഷാ ക്രഷാ. അങ്ങനെ എനിക്കതൊന്നും അറിയണ്ട. നിങ്ങളുടെ സിനിമയ്ക്ക് അതൊരു വേഷം കിട്ടണം. മാഡം ഞാൻ പറഞ്ഞല്ലോ ഞാൻ വേണ്ട, ഇല്ല എന്നുള്ള ഞാൻ നിങ്ങളെ കോടതി കയറ്റും. എന്നെയോ? ആ കോടതി കയറ്റും. ഈ നിസ്സാര കേസിനോ? ആ കയറ്റും കയറ്റും കയറ്റും. എന്തോ ഒരു കഷ്ടമാന്ന് പറയുന്നത് ദൈവമേ. നമ്മൾ ജീവിക്കാൻ വേണ്ടി കിടന്ന് ഓടുമ്പോഴേ മാഡം ഒരു കാര്യം മനസ്സിലാക്കണം. പറക്കം പറ്റാത്ത 5 കുഞ്ഞുങ്ങൾ, തളർവാദം പിടിച്ച് കിടക്കുന്ന അച്ഛൻ, എന്തോ ചെയ്യണമെന്ന് പറഞ്ഞ് തലയ്ക്ക് സുഖമില്ലായിരിക്കണം അമ്മ. ഇവർക്കെല്ലാം മരുന്ന് മേടിക്കാൻ തന്നെ 10,000 രൂപ ഒരു മാസം വേണം. പോട്ടടാ, സാരമില്ല. ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്ന് നീ വരുന്നതെന്ന് ഞാൻ അറിഞ്ഞില്ല. അല്ല ഇതെന്റെ ബുദ്ധിമുട്ടല്ല, പിന്നെ ഇതാണ് ഞാൻ ചെയ്യുന്ന അടുത്ത സിനിമയുടെ കഥ. അതിനകത്തൊരു വേഷം തരാം. എനിക്ക് ഈ സിനിമയ്ക്ക് അതൊരു വേഷം കിട്ടണം. മാഡം വേറെ പോകുമ്പോ വഴിക്കില്ല. ഹലോ സാർ, ഒരു മിനിറ്റ് കോളാണേ. ഹലോ, ആ പ്രജോട്ടാ, നമസ്കാരം നമസ്കാരം. ആ എവിടെ ഉണ്ട് ഇപ്പോ? ഓ ആ മറ്റേ ഫ്ലവേഴ്സിൻ്റെ അല്ലേ? ആ ഐറ്റം വേറെ നമ്മുടെ പിള്ളേരുണ്ടേ ഒന്ന് ചിരിച്ച് കയറ്റി വിട്ടു കൊടുക്കണേ. കാരണം അമ്മാര് നിന്നിപ്പി കണ്ടന്റ് മാറ്റി തലയ്ക്ക് ഭ്രാന്തെടുത്ത് എല്ലാം കൂടെ അതാണ് അവസ്ഥ കേട്ടോ. വിക്കൊക്കെ മാറി മാറി വെക്കും. അങ്ങനെ ഒന്ന് ചിരിച്ച് കയറ്റി വിട്ടു കൊടുക്ക്. നസ്കരിക്കാനും പറഞ്ഞത് കേട്ടോ. അപ്പൊ അതത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അല്ലല്ല വേറെ കുഴപ്പമില്ല. ചേട്ടൻ വന്ന് ഡബ് ചെയ്താൽ മാത്രം മതി. അല്ലില്ല, എമൗണ്ടിൽ യാതൊരു വ്യത്യാസമില്ല. ചേട്ടൻ പറഞ്ഞ എമൗണ്ട് തന്നെ 1 രൂപ അതിനകത്തൊന്നും കുറയ്ക്കത്തില്ല. ഓക്കെ കേട്ടോ ചേട്ടാ, ഞാൻ വിളിച്ചോളാം. ഞാൻ ഡേറ്റ് അറിയിക്കുന്നില്ല. ഓ പ്രജോട്ടൻ, കലാപം പ്രജോട്ടൻ. പുള്ളി സമ്മനം അറിയാം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഈ സിനിമയിലെ സാറേ ഈ ബാബു നമ്പൂരി സാർ അഭിനയിക്കുന്നുണ്ട്. പക്ഷെ പുള്ളി എന്തോ തിരക്കായിട്ട് ഡബ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ പ്രജോട്ടനെ വിളിച്ച പുള്ളി ഒന്ന് ഡബ് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷേ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ അന്യായ പേയ്മെന്റ്, അടുക്കാൻ പറ്റാത്ത. ഞാൻ കേട്ടത് പുള്ളി പൈസയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല, ഭയങ്കര കണിശക്കാരനാണ്. ഞങ്ങളുടെ പൗരസമിതിക്ക് പുള്ളിയെ വിളിച്ചായിരുന്നു. പറഞ്ഞു പൗരസമിതിക്ക് വേണമെന്നുണ്ടെങ്കിൽ 5 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വരണ്ടെന്നും പറഞ്ഞു. പൈസയുടെ കാര്യത്തിൽ കണിശക്കാരൻ. അതെ 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 പറയുന്നത്. എത്ര രൂപ വേണമെന്നാ പറയുന്നത്? പുള്ളി ലാസ്റ്റ് പറയുന്നത് 1100. അതിന് കുറഞ്ഞാൽ വരത്തില്ലെന്നാ പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ കണിശക്കാരനാ. എന്നാലും പുള്ളിയെ ഞാൻ അറിയിച്ച് ചെയ്യുന്നുണ്ട്. ഞാൻ ഡേവിഡ് എന്താ ഇവിടെ? എന്റെ വീട്ടിൽ മാഡം പറയുന്നത് ഇവിടെ ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കരുത്. അങ്ങനെ ചെറിയ പേര് മാഷോ ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കരുത്. പാമ്പടിച്ച് ഷൂട്ട് ചെയ്തിട്ട് പോട്ടെ. എന്താ കുഴപ്പം? അങ്ങനെ ഡേവിഡ് സംസാരിക്കരുത് സൂസൻ. കാരണം ഈ വീട് എനിക്ക് സ്ത്രീധനം കിട്ടിയത് കൊണ്ട് ഉണ്ടാക്കിയതാ. സജി അങ്ങോട്ട് നോക്കി. ആ വീട് ചാണകത്തിലാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇവിടെ അച്ഛൻ എനിക്ക് സ്ത്രീധനം തന്നെ എന്താ പറയാ, ഒരു ചാക്ക് ചാണകപ്പൊടി, ഒരു പശുവിനെ കറക്കുന്ന പശുവിനെ, ആ പശുവിനെ കറന്നുണ്ടാക്കിയതാ ഈ വീട്. അങ്ങനെ ഉണ്ടാക്കി വീട്ടിൽ നീ തടി ശല്യം ചെയ്തപ്പോഴാണ് ഷൂട്ട് ചെയ്തിട്ടേ. ഡേവിഡ് അകത്ത് കയറ്. ഡേവിഡ് ഇവിടെ ഇൻസൾട്ട് ചെയ്യരുത്. എന്നെ കിട്ടും ദൈവം ഇത് പ്രശ്നം ഉണ്ടാക്കരുത് മാഡം. അല്ല എനിക്കൊന്നേ പറയാനുള്ളൂ. ഞാൻ ഈ വീട് വാടകയ്ക്ക് തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് ഈ വേഷം കിട്ടണം. അല്ല ഞാൻ എന്റെ കൂടെ വന്ന ആ പയ്യന്റെ അടുക്ക പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. അവനെ എനിക്ക് കിട്ടേണ്ടത്. അവനാ ഈ വീട് വേണമെന്ന് പറഞ്ഞാൽ ആദ്യം ഇവിടെ കയറി വന്നത്. നിനക്ക് എവിടെ നിന്ന് കിട്ടി അവനെ? എല്ലാ വർഷവും ആറ്റ പൊങ്കാലയ്ക്ക് മുടങ്ങാതെ വരുന്ന ഒരു പയ്യനാണ്. അങ്ങനെ കിട്ടിയ എനിക്ക് അവനെ. എന്താ അവന്റെ പേരെന്താ? അവന്റെ പേര് പാപ്പി. എല്ലാ വർഷവും മുടങ്ങാതെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പൊങ്കാലയിടാൻ വരുന്നുണ്ടെങ്കിൽ അവന്റെ പേര് പാപ്പി എന്നല്ല, ചിപ്പി. ആ ഫ്രഷാ. എനിക്ക് അഭിനയിച്ചേ പറ്റുള്ളൂ. നിങ്ങൾ കഴിഞ്ഞ ഡയറക്ടർ ഞാൻ ഡയറക്ടറോട് ജസ്റ്റ് ഒന്ന് ചോദിച്ചോട്ടെ. ചോദിച്ചിട്ട് എന്നിട്ട് ഞാൻ കൺഫേം പറയാം. പക്ഷെ എനിക്ക് വേഷം വേണം. തീർച്ചയായിട്ടും ഞാനാണ് പറയുന്നത്. ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോവാ. പിന്നെ എന്റെ വീടായത് കേട്ടോ. എന്റെ ഹസ്ബൻഡ് കണ്ടിരുന്നു ഡേവിഡ് ഇത് അറിയത്തില്ല. ഡേവിഡിന്റെ വാടക ചോദിക്കുമ്പോഴേ ഞാൻ പറയും ഞാൻ അഭിനയിച്ചതാണെന്ന് പറഞ്ഞ് അതിൽ നിന്ന് കുറച്ചപ്പോരേ. എത്ര പറഞ്ഞാലും അല്ല പിന്നെ ആദ്യമേ അങ്ങ് അല്ലേ അങ്ങനെ. ഞാനിപ്പോ സാറിനെ ഇപ്പൊ കണ്ടു. ഞാൻ ഡയറക്ടർ സാറിനെ കണ്ടപ്പോ ഞാനിപ്പോ ഈ വീട് വാടകയ്ക്ക് വന്നതും അവന് വേഷം കൊടുക്കണം ഇതൊക്കെ ഞാൻ പറയണമല്ലോ. ചിരിച്ചോണ്ടല്ലോ ചില അങ്ങനത്തെ ചില മുഹൂർത്തങ്ങളുണ്ടോ. എന്താ പറഞ്ഞെന്ന് പറ. സാറ് പറയുന്നത് ഇന്നും കൂടെ അല്ല ഷൂട്ട്, ഇന്നിവിടെ പാക്കപ്പ് ചെയ്യാൻ വേറെ മാർഗമില്ലെന്നാ പറയുന്നത്. അല്ല വേറെ മാർഗമില്ല, വേഷം തരാൻ മാർഗമില്ലെന്ന് പറയുന്നത്. പ്ലീസ് എന്നെ ഉത്തരവിക്കല്ലേ. എനിക്ക് വേഷം ഇല്ലെന്നോ? ഇല്ല ഇന്ന് പാക്കപ്പ് ആക്കുക. തീരുവാന്ന് ഈ സിനിമയ്ക്ക് എനിക്ക് വേഷം ഇല്ലേ? ഇല്ല തീർന്നു. ഓ ഇനി
അയ്യോ ഞാൻ കാരവാനകത്ത് കുളിച്ച് നോക്കിയിട്ടില്ല. ഒരു വർഷത്തിന് നമ്പർ മാറ്റിട്ട് എന്തായിരുന്നു അത് വീട് അത് നേരത്തെ പറഞ്ഞാൽ ഞാൻ പൊരിച്ചേരി അറിഞ്ഞില്ല ഇവിടെ. ശ്ശോ, അതാണോ കാര്യം? എന്താ കാര്യം? ഡേവിഡ്, നമ്മുടെ ഈ വീട് ഞാൻ സിനിമയുടെ ഷൂട്ടിങ്ങിന് കൊടുത്തത് എന്തിനാണെന്ന് അറിയാമോ? എന്തിനാ ഇതിനകത്ത് എനിക്കൊരു വേഷം തരാമെന്ന് പറഞ്ഞു. അതൊക്കെ എപ്പോഴും ഞാൻ അറിഞ്ഞില്ലല്ലോ ഇതൊന്നും. അല്ലല്ല മാഡം അങ്ങനെ ഒരു എഗ്രിമെന്റ് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് പാക്കപ്പ് ആണ്, വേറെ മാർഗമില്ല സാർ. ഇന്ന് പാക്കപ്പ് ആണെന്ന് കണ്ടോ? അപ്പൊ എനിക്ക് വേഷമില്ല. എനിക്ക് എന്റെ വേഷം വേണം ഡേവിഡ്. എനിക്ക് എന്റെ വേഷം വേണം. എനിക്ക് എന്റെ വേഷം കിട്ടിയേ പറ്റൂ. ഞാൻ ഇപ്പൊ മാഡത്തിനോട് കേസ് ചോദിക്കട്ടെ. എന്തോന്ന്? ഇപ്പൊ ഇട്ടിരിക്കണ ഈ വേഷത്തിന് എന്താണ് കുഴപ്പം? ഒരു കളരി. അപ്പൊ അങ്ങനാണെങ്കിൽ നമുക്ക് അടുത്ത സിനിമ നോക്കാം. അപ്പൊ ചേട്ടന്മാരെ, നിങ്ങൾ ഇന്ന് റിലീസാക്കിയ ഈ സിനിമ ഹിറ്റാണോ ഫ്ലോപ്പാണോ എന്ന് നമുക്കറിയാം. ടിനിച്ചേട്ടാ, ഞാനിപ്പോൾ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്തപ്പോൾ മനസ്സിലാക്കിയത് ഇത് ഐറ്റം വേറെ എന്ന് പറഞ്ഞാൽ ഓൾ ജെൻ, അതായത് എല്ലാ ജനറേഷനും ഒരുപോലെ ആസ്വദിക്കുന്ന ഒരു പരിപാടിയാണ്. ഇപ്പം മില്ലിനിയൽസ് എന്ന് പറയും, അല്ല ജെൻഎക്സ്, ജെൻസി, അങ്ങനെ കുറേ ഇതുണ്ട്. എൻ്റെ അമ്മയൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ മുന്നിലുള്ള, അപ്പോൾ അവരൊക്കെ വീട്ടിലിരുന്ന് കാണുന്ന ഒരു പരിപാടിയാണ്. നിങ്ങളുടെ സ്പീഡ് ഫോളോ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സംഭവം കുറേ കോമഡികളുണ്ട്, എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പ്രായം കൂടും തോറും ഒബ്സർവേഷനും ഇതിൻ്റെയൊക്കെ ഇത് കുറയും. അപ്പോൾ ഒരു പൊടിക്ക് മീറ്റർ ഒന്ന് കുറച്ചാൽ നിങ്ങൾ ശരിക്കും റിഹേഴ്സ് ചെയ്തിട്ടുണ്ട്, യാതൊരു സംശയമില്ല. കാരണം എന്താ പറയട്ടെ, ഇവിടെ ഇരിക്കുന്നവർ പല ജനറേഷനിലുള്ള കുറേ പേർക്ക് അത് നിങ്ങളുടെ സ്പീഡിനെ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലേ? അതാണ് കണ്ട അവർ പറയുന്നുണ്ട്. ഞാനൊക്കെ ആസ്വദിക്കുന്നത് ഞാൻ എന്താ പറയട്ടെ, ടട്ട ഇത് തന്നെയാണ്. സ്റ്റേജിലൊക്കെ പറയും നമ്മൾ സ്പീഡ് എന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല എല്ലാവരും. ശ്യാമക്ക് അങ്ങ് പോവുകയാണ്, നമുക്ക് പുറകെ ഓടിയിട്ട് എത്താൻ പറ്റണില്ല. അതിൻ്റെ ഒപ്പം മനോജ് വലഞ്ചൂടിയും ഭയങ്കരമായിട്ടുള്ള മറ്റേ കാസറ്റ് സ്പീഡാക്കുന്ന പോലെയാണ്. ഞാൻ കേൾക്കണണ്ട നിങ്ങളുടെ സ്കിറ്റ് കണ്ടിട്ടാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ ശരിക്കും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ, അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തോ ഒരു സംഭവം വർക്കൗട്ട് ആയിട്ടില്ല. അത് നിങ്ങളത് ശ്രദ്ധിക്കുക. നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ഒന്ന് കാണുക. സംഭവം നല്ല സ്പീഡായിരിക്കും, പക്ഷെ അത് എല്ലാ വിഭാഗത്തിനും ഓൾ ജെൻ എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഐറ്റം വേറെ. നിങ്ങളുടെ കഴിവ് ഭയങ്കരമാണ്, അപാര കഴിവാണെന്ന് പറയുന്നത്. പക്ഷെ ആ കഴിവ് കുറച്ചൊന്ന് കുറയ്ക്കാനാണ് ഞാൻ പറയുന്നത്. അത്രയാണ് ഞാൻ പറയുന്നത്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ടിനിച്ചേട്ടാ. നസീറിക്ക? കുഴപ്പമില്ലാതെ ഓടിച്ചു പോയി. കാര്യം ഷൂട്ടിംഗ് ലൊക്കേഷൻ എന്ന് പറയുന്നത് മിമിക്രി തുടങ്ങിയ കാലം തൊട്ട് ഇന്നിപ്പോൾ ഈ വേദി വരെ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. ഇടയ്ക്ക് വെച്ച് പിന്നെ കുറേ അങ്ങ് മാറി. കാര്യം അത് പാറ്റേൺ ആയി മാറിയതുകൊണ്ട് അങ്ങ് മാറി. ഇപ്പം നിങ്ങളുടെ അടുത്ത് ഈ ഷൂട്ടിംഗ് ലൊക്കേഷന് മാറ്റമുണ്ട്. കാര്യം ആ കുടയും പിടിച്ച് വരുന്നത് നായികയായിരിക്കുമെന്നാണ് നമ്മുടെയൊക്കെ പ്രതീക്ഷ. പക്ഷെ നായികയല്ല, ആ ഹൗസ് ഓണറാണ്. അവർക്കൊരു വേഷം കിട്ടണം, അതിന് വേണ്ടി അവർ ചാൻസ് തന്നു. കണ്ടന്റും കാര്യങ്ങളൊക്കെ ഉള്ളത് നിങ്ങൾ കുഴപ്പമില്ലാത്ത രീതിയിൽ കൊണ്ട് എത്തിച്ചു, അത്രയേ ഉള്ളൂ. പക്ഷെ നിങ്ങളുടെ കളിയുടെ ഒരു സ്ക്രിപ്റ്റിൻ്റെ ഒരു മഹിമ ഇതല്ല. നിങ്ങൾ വേറെ സാധനങ്ങൾ, പുതിയ കണ്ടന്റുകൾ തിരഞ്ഞെടുക്കുന്ന ആൾക്കാരാണ്. എങ്കിലും സാരയില്ല, ഇത് കുഴപ്പമില്ലാത്ത രീതിയിൽ നിങ്ങൾ കൊണ്ടുപോയി. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ശ്യാമേ, മനോജ് ജയിപ്പിച്ചു. ഈ പെർഫോമൻസ് എന്ന് പറഞ്ഞാലേ, നിങ്ങളുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം അതിന് കൈയ്യടി തരാണ്. കാരണം നിന്നങ്ങ് അടിച്ചോളൂ. അതായത് ഒരു സാധനം ഇപ്പം നമ്മൾ സ്റ്റേജിൽ ചെയ്യുമ്പോൾ പോലും പുറകിൽ ഈ ഒരു ടൈമിംഗ് ഉണ്ട്. പുറകിൽ നിന്നുകൊണ്ട് ഇങ്ങനൊരു സാധനം പറയും. ഈ ഒരു സ്പീഡ് മനസ്സിൽ കണ്ടുകൊണ്ടിട്ടാണ് അല്ലേ ഇത്രയും സ്പീഡ്, അല്ലേ ശ്യാമേ? അല്ല, നമ്മൾ ചില സ്കിറ്റുകൾ, ഞാൻ ഒരു സ്കിറ്റ് പതുക്കെ സമാനത അപ്പൊ പറഞ്ഞു ഇതല്ല നിന്റെ ഇന്ന് പ്രതീക്ഷിക്കണേ, മറ്റേ സാധനം വിടണമെന്നാണ് ഈ പ്രശ്നം. ഒന്നും വയ്യാത്ത അവസ്ഥ. എനിക്കറിയാം. കേറിപ്പോ ഞാൻ പറഞ്ഞ സ്പീഡ് ഒന്ന് കുറയ്ക്കണം. നീ ആ പ്രൊഡക്ഷൻ കൺട്രോളിന്റെ കൺട്രോൾ വിട്ടെന്ന് പോയിക്കോട്ടെ. സ്പീഡ് സംസാരിക്കുമ്പോൾ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ആയി. ഇപ്പൊ സാജൻ പള്ളുരുത്തി എന്ന് പറഞ്ഞ ഒരാള്, ഇത് ഞാൻ അനുഭവിച്ചൊരു കാര്യമായിട്ട്. കാര്യം ഞാൻ ഈ സാജന്റെ കൂടെ കൂടിയപ്പോ അല്ല, സത്യമായിട്ട് ഞാൻ പറയാം. അതായത് ഇങ്ങനെ കട നമ്മളൊരു ഷോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ സ്റ്റേജിലാണെങ്കിൽ പോലും എന്താ പറയുന്നത്, കകാരമാണ് കാലത്തെ കരുത്തുമാരിൽ ആകാരം കരുത്തുമാരെ കീഴ്പ്പെടുത്തുന്നു പറയും. പടപടപട ഈ മകാരവും കകാരവും അടിക്കും. അപ്പം ഇത് ഓൾറെഡി സ്പീഡ് കൂടി നമ്മുടെ സംസാരത്തിൽ. അപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു, നിങ്ങൾ സംസാരിക്കുന്നത് മനസ്സിലായത് ഭയങ്കര സ്പീഡാണ്. അത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് കയറുന്നതാണ്. പിന്നെ സ്റ്റേജിലേക്ക് കയറുമ്പോൾ നമുക്കൊരു ഇച്ചിരിയുടെ സ്പീഡ് വരും. ഇതേ സംഭവമാണ് മനോജിന് സംഭവിച്ചത്. മനോജ് ആദ്യമൊക്കെ പറയുമ്പോൾ ലെജിബിളായിരുന്നു. ശ്യാമിൻ്റെ പ്രശ്നം, ശ്യാം വന്ന് ഇത് അടിക്കാനുള്ള ടെൻഡൻസിലാണ് ശ്യാം നിൽക്കുന്നത്. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യും, എന്തൊക്കെയാലും ഈ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നമുക്കറിയാൻ പറ്റും. പെർഫോമൻസ് ബേസിൽ അടിപൊളിയാണ്. പക്ഷേ ഈ പറയുന്ന പോലെ ഈ സ്കിറ്റിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് അവിടെ ഇവിടേക്കായിട്ട് ചെറിയ ഹ്യൂമറുകൾ പ്രശ്നങ്ങൾ, അതായത് നമ്മൾ കൊണ്ടെത്തിക്കാൻ വേണ്ടി പാടുപെട്ട പോലെ തോന്നി. ബാക്കി പരിപാടികളൊക്കെ ഉള്ളായിരുന്നു. ഹ്യൂമർ ഉള്ള സാധനങ്ങളൊക്കെ ഏറ്റിട്ടുണ്ട്. പക്ഷേ ഇച്ചിരി ഒന്ന് അടുപ്പിച്ച് ഒരു പാക്കഡ് ആക്കാമായിരുന്നു. അതിനുള്ള സമയം കിട്ടാത്തതുകൊണ്ടായിരിക്കാം എന്ന് തോന്നുന്നു. പക്ഷെ പ്ലേ ഓക്കെ ആയിരുന്നു. അടുത്തതിന് പൊളിക്കാന്നുള്ളതല്ല, നിങ്ങൾ പൊളിക്കും. നിങ്ങളോട് നമ്മൾ പറയാന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ കമന്റ്സ് കഴിഞ്ഞു. ഇനി നമുക്ക് മാർക്സിലേക്ക് കടക്കാം. പ്രചോദേട്ടാ, എന്തോ എത്ര കൊടുക്കും ഈ ഒരു സ്കിറ്റിന്? ഞാനൊരു 12,000 രൂപ. ഓക്കെ, 12,000. ടിനിച്ചേട്ടനോ? ഞാനും 12,000. അപ്പൊ 24,000 രൂപയാണ് ഇപ്പോഴത്തെ ടോട്ടൽ. ഇനി നമുക്ക് ഫൈനൽ അറിയാം. ഇക്കയോട് ചോദിക്കാം. ഇക്ക, ബാക്കി ഇതാ
നോട്ട് ബാഡ്. കുഴപ്പമില്ല അല്ലേ? ആ പിന്നെ ഹാപ്പി അല്ലേ? അപ്പൊ കണ്ടോണ അടുത്തതിനൊരു ഒരു ഇഴഞ്ഞു കളി ഉണ്ടെന്റെ. അല്ല ശ്യാമ ഒരു കാര്യം മനസ്സിലാക്കണം, ശ്യാമിന്റെ ആ ഒരു കളിയാണ് ശ്യാമ കൊണ്ടുവരുന്ന പല സ്കിറ്റുകൾക്കും നമുക്ക് ചിരിക്കാനില്ലെങ്കിൽ പോലും ബോറിംഗ് ഇല്ലാത്തത് ആ ഒരു കളിയുടെ ടെമ്പോയുടെ സ്പീഡാണ്. പക്ഷേ ആ സ്പീഡിനുള്ളിൽ ലെജിബിൾ ആക്കുക എന്ന് മാത്രം ശ്രദ്ധിക്കുക, അത്രയേ ഉള്ളൂ. അതാണ് ടിനി ഉദ്ദേശിച്ചത് അല്ലേ? കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല എന്നുള്ളത്. അതിന് വേണ്ട സ്പീഡ് മതി, ചിലതിന് ചിലപ്പോൾ നമുക്ക് സ്പീഡ് വേണ്ടി വരും. അല്ല ശ്യാമിന്റെ കളിയെ കുറിച്ച് പറഞ്ഞല്ലോ കേട്ടോ. എന്നും പറഞ്ഞ അടുത്ത കളി വന്ന് ഇവിടെ ഒരു ഡയലോഗ് പറയാൻ കണ്ടോളാം ഞാൻ. അവാർഡ് സിനിമ നിങ്ങൾ അവാർഡ് സിനിമ കളിച്ച് അടിപൊളിയായിരിക്കും. അവാർഡ് സിനിമ നല്ല സബ്ജക്ട് ഞങ്ങളുടെ പ്ലാനിങ്ങിലുണ്ട്. അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പൊ നമ്മൾ ഇനി വരും സ്റ്റേജിൽ അത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും സെറ്റ് ആക്കുക. പവർ വരട്ടെ, കാണാം. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെയിലെ അടുത്ത ഐറ്റം നാട്ടിലെ കോമഡിക്കാർ എന്ന സെഗ്മെന്റിലൂടെ വന്ന് ഇപ്പൊ ഓൾറെഡി ഒരു സ്കിറ്റ് കഴിഞ്ഞു. രണ്ടാമത്തെ സ്കിറ്റിന് വേണ്ടിയിട്ട് ദാ അവിടെ കാത്തു നിൽക്കുന്നുണ്ട് നമ്മുടെ സിന്ധു ചേച്ചിനെ ഓർമ്മയില്ലേ? സിന്ധു ചേച്ചി, രാജേഷ് ചേട്ടൻ ആൻഡ് വിനീഷ് ചേട്ടൻ. കോടി ജന്മങ്ങളായി നിന്നെ കാത്തു നിൽക്കുന്നു ഞാൻ, എന്റെ രാധേ നീ വരൂ, താനെ പൂക്കും വനമലരായി, കോടി ജന്മങ്ങളായി നിന്നെ കാത്തു നിൽക്കുന്നു ഞാൻ. മാർഗഴിയേ മല്ലികയെ മന്ദാര പൂങ്കുരുവിയേ, മാർഗഴിയേ മല്ലികയെ മന്ദാര പൂങ്കുരുവിയേ, മഞ്ഞളും പൂശിവാ വന്നിതാ നിന്റെ മച്ചാൻ, വില്ല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ മഞ്ഞളും പൂശിവാ വന്നിതാ. കളിക്ക് മനുഷ്യ, എത്ര ദിവസമായി ഇങ്ങളെ കൊണ്ട് ഈ ഡാൻസ് സ്റ്റെപ്പ് ഞടിപ്പിക്കുന്നത്. കളിക്ക്. മടുത്തടി മടുത്ത്, എനിക്കൊരു വയ്യാത്ത പട്ടിയെ കൊണ്ട് കയ്യാലെ കേറ്റല്ലേ കുഞ്ഞാറ്റെ. കളിച്ചില്ല, നിങ്ങളെ പിടിച്ച കയ്യാലൊക്കെ ഇടൂ. എടി നീ പറയുന്ന സ്റ്റെപ്പൊന്നും എനിക്ക് കളിക്കാൻ പറ്റുന്നില്ലെന്ന്. എന്റെ മനുഷ്യ, ഒരു പാട്ട് വെറും 4 മിനിറ്റാ. 16 സ്റ്റെപ്പ് വെച്ചാൽ ഒരു ഡാൻസ് അങ്ങ് തീരുവോ? 16 സ്റ്റെപ്പ്. റിട്ടയർഡ് ആകുന്നതിന് മുമ്പ് ഓഫീസിൽ ഒരു 10 സ്റ്റെപ്പ് ഉണ്ട്. 3 സ്റ്റെപ്പ് കയറുമ്പോൾ മുട്ടയിലെ ചിരട്ട ഒരു കണങ്കാലേ വരും. അപ്പോഴവിടെ 16 സ്റ്റെപ്പ്. ഈ 16 സ്റ്റെപ്പ് കഴിയുമ്പോൾ എന്റെ 16 അടി നടക്കും. അങ്ങനെയൊന്നും പറഞ്ഞാൽ ശരിയാവില്ല. ഡാൻസ് കളിച്ചേ പറ്റൂ. ഈ തവണത്തെ റെസിഡൻസ് അസോസിയേഷന്റെ പരിപാടിക്ക് നമ്മുടെ ഡാൻസിലായിരിക്കണം ഫസ്റ്റ്. അതെന്റെ ഒരു വാശിയാ, വല്ലാത്തൊരു വാശിയായി. പിന്നെ ചേട്ടാ, ഈ ഡാൻസ് എന്ന് പറഞ്ഞാൽ നാടൻ, ചൈനീസ്, നോർത്ത് ഇന്ത്യൻ, അറബിക്. നീ എന്തോ റെസ്റ്റോറന്റ് നടത്താൻ പോവാണോ? അതല്ല, നാടൻ ഡാൻസ്, നോർത്ത് ഇന്ത്യൻ ഡാൻസ്, ചൈനീസ് ഡാൻസ്, പിന്നെ അറബിക് ഡാൻസ്. എന്റെ കുഞ്ഞാറ്റ, ഈ അറബിക് ഡാൻസ് എന്നൊക്കെ പറഞ്ഞ വലിയ ഡാൻസാ. വലിയ ഡാൻസ് അല്ല, വലിയ ഡാൻസ്. ഈ കൊളസ്ട്രോളും പ്രഷറും ഷുഗറും യൂറിക് ആസിഡും ഒക്കെ ഉള്ള ഞാൻ ഈ ഡാൻസ് കളിച്ചാൽ ചത്തുപോകും. ഷുഗർ വന്നും പ്രഷർ വന്നും ചത്ത് എന്ന് പറയുന്നതിനും ഭേദമാണ് ഡാൻസ് കളിച്ച് ചത്ത് നാട്ടുകാർ. ഡാൻസ് കളിച്ച് ചത്തെന്ന് നാട്ടുകാർ പറയത്തില്ല, നീ എന്നെ ഡാൻസ് കളിപ്പിച്ച് കൊന്നേ പറയത്തുള്ളൂ. എന്റെ കുട്ടു, എന്താ? ഞാനൊരു കാര്യം പറയട്ടെ, ശ്രദ്ധിച്ചു കേൾക്കണം. ശ്രദ്ധിച്ചു കേൾക്കാം. ആ തെക്കേലെ സുമല്ലേ, സുമ വലിയ ആവേശം വേണ്ട. അവളുടെ ഭർത്താവ് രമേശനോട് ഡാൻസ് കളിക്കാൻ പറയേണ്ട താമസം അവനങ്ങ് കളി നടക്കും. അതേപോലെ ബെറ്റി ബിജോയോട് ഡാൻസ് പറയേണ്ട താമസമേ ഉള്ളൂ, അവനും അങ്ങനെ തുടങ്ങും. ഇവർക്ക് രണ്ടുപേർക്കും ഒരു പണിയില്ല, ഭാര്യയുടെ ചെലവിലാ കഴിയുന്നത്. അപ്പൊ ഭാര്യയുടെ താളത്തിനൊത്ത് തുള്ളണ്ടി വരും. ഞാൻ അങ്ങനാണോ? 36 വർഷത്തെ ഗവൺമെന്റ് ജീവിതം കഴിഞ്ഞ് റിട്ടയർഡായി പെൻഷൻ പറ്റി വിശ്രമ ജീവിതം നയിക്കുന്ന ഒരാളാണ്. 36 വർഷം സർവീസിലിരുന്ന് വിശ്രമിച്ചിട്ടൊന്നും പോരായോ? ഇനിയും വിശ്രമിക്കണം. എന്റെ പൊന്നു മനുഷ്യ, ഇനിയെങ്കിലും നേരാൻ വണ്ണം വല്ല ദേഹം ഈ പണി ചെയ്യ്, ഇല്ലെങ്കിൽ പിത്ത വരും. നീ എന്ത് പറഞ്ഞാലും ശരി, എനിക്കിനി ഡാൻസ് കളിക്കാൻ വയ്യ. ഡാൻസ് കളിച്ചേ പറ്റൂ. പറ്റത്തില്ലെന്ന്. എടി ഞാൻ ഇതാ പറഞ്ഞേ, ഞാൻ ഡാൻസ് കളിച്ചാൽ നീ ഇപ്പൊ പറഞ്ഞതുപോലെ മാട്ടയായി പോകും. അതുകൊണ്ടാ കളിക്കാത്ത, മനസ്സിലായോ? പിന്നെ നിനക്ക് നിർബന്ധമാണ്, ഈ മലയാളത്തിൽ എന്തോരം നല്ല പാട്ടുണ്ട്, ഏതെങ്കിലും ഒരു നല്ല പാട്ട് നമുക്ക് ഡാൻസ് കളിച്ചാൽ പോരെ? അങ്ങനെയെങ്കിൽ അങ്ങനെ അങ്ങനെയാണ് നല്ലൊരു പാട്ടുണ്ട്, ഞാൻ ഡാൻസ് കളിക്കാൻ. നീ ശ്രദ്ധിച്ചോണം.
മതങ്ങളെ സൃഷ്ടിച്ചു. മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവെച്ചു. മനസ്സ് പങ്കുവെച്ചു. എങ്ങനുണ്ട് എങ്ങനുണ്ട്? ഇത് പറ്റത്തില്ലെങ്കിൽ വേറെ പിടിച്ചു. ഇതെന്തായാലും നിനക്ക് ഇഷ്ടപ്പെടാതിരിക്കത്തില്ല. കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന്. കരുണാമയനാം ദൈവമൊന്ന്. ഒരു താളം ബോധമില്ലാത്തൊരു മനുഷ്യൻ. ഞാനൊരു ഡാൻസ് കളിച്ചാ ഒന്ന് കളിച്ചു നോക്ക്. ഒരു മധുര കിനാവിൽ ലഹരിയിൽ കുടമുല്ല പൂവിരിഞ്ഞു. അതിലായിരം ആശകൾ പൊന്മല നീയും തെൻവണ്ടു ഞാൻ മലരേ. എന്റെ ഈ ഷുഗറൊക്കെ വെച്ചോണ്ട് അപ്പൊ അവള് മധുരമുള്ള പാട്ടും കൊണ്ട് വന്നിരിക്കുന്നു. കയ്യിൽ മാത്രമൊക്കെ ഷുഗർ ഉണ്ടോ? ഷുഗർ ഉണ്ടോന്നോ? നീ പനങ്ങാതൊരു മിനിറ്റ് വന്നാ ഇതിന് ചുറ്റും ഉറുമ്പോന്ന് കൂടി വെക്കും. അതാ എന്റെ അവസ്ഥ. നിനക്ക് ഈ താളത്തിനൊത്തൊരു പാട്ട് പോരെ? അതിന്നാ പിടിച്ചോ, നമുക്ക് നോക്കാമല്ലോ പഴയ പാട്ട്. ഇത് പിടിച്ചോ. ഇതിന്റെ ഇടയ്ക്ക് ഒരു സത്യം. നസീറും ജയപാലിൽ നിന്നും കളറാകില്ലേ? ഒരു സത്യനെ പിടിച്ചോണ്ട് കയറാന്ന് വിചാരിച്ചു. ഞാൻ ആരാന്ന് മനസ്സിലായോ? സെക്രട്ടറി. എന്തിന്റെ? അസോസിയേഷന്റെ. ഏത് അസോസിയേഷന്റെ? ഓ, ത്രയംബകം റെസിഡൻസ് അസോസിയേഷന്റെ സെക്രട്ടറി. ഇത് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഈ പറഞ്ഞ ആളാ ഞാൻ. ഡാൻസ് പഠിത്ത കടം പറയായി. അവിടെ ജെസിയും വിനയൊക്കെ കഥ കടച്ചിട്ടാ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഒരു മനുഷ്യൻ അവർ കാണുന്ന പോലും ഇല്ല. അവര് കഥ കടച്ചിട്ട് ഡാൻസ് കളിച്ച സെക്രട്ടറി എങ്ങനെ കണ്ടേ? ഞാൻ അവരുടെ വീണ്ടല്ല വന്ന കഥ കടഞ്ഞു കിടക്കുമായിരുന്നു. ആ ജനലിനകത്തുള്ള കട്ടണൊന്ന് മാറ്റി നോക്കി. എന്നാലും ഒളിഞ്ഞു നോക്കിയൊന്ന് സമ്മതിക്കരുത്. ഞാൻ സെക്രട്ടറി അല്ലേ, എല്ലായിടത്തും എന്റെ കണ്ണെത്തണം. സെക്രട്ടറി, കാര്യപരിപാടികളൊക്കെ എന്തായി? ഈ പ്രാവശ്യത്തെ പരിപാടി മൊത്തം വെറൈറ്റിയാ. എന്താ വെറൈറ്റി? വെറൈറ്റി എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഈശ്വര പ്രാർത്ഥന. പിന്നെ സെക്രട്ടറി, നമ്മുടെ ചന്ദനത്തിരിയും തെരുവിതിരിയൊക്കെ അവിടെ അതല്ലെന്ന്. പിന്നെ ഇപ്പരിപാടി തുടങ്ങുമ്പോ ആ ചന്ദന ഇത്തിരി മാറ്റിയെടുത്തണം. അവൻ ഇത്തിരി ഓവറാ. അവനെ മാറ്റിയേക്കാം. എനിക്ക് പ്രത്യേകം ഒരു കാര്യം പറയാനുണ്ട്. ഈ മാതൃകാ ദമ്പതികളുടെ അവാർഡ് മേടിക്കുമ്പോഴേ പലകോ ഒന്നും വേണ്ട, വല്ല പൊന്നാടയോ സർട്ടിഫിക്കറ്റോ വല്ലതും മതി. അതെന്തോടാ അങ്ങനെ പറഞ്ഞേ? കഴിഞ്ഞ വർഷം മാതൃകാ ദമ്പതികൾക്ക് കിട്ടിയ അവാർഡ് കൊണ്ട് ആ പലക കൊണ്ട് ഇവിടെ എന്റെ തലക്കിട്ടൊരു കീച്ചു 8 സ്റ്റിച്ച്. ഇത് അയ്യോ കേട്ടോ, എന്നാ പരിപാടി ചേച്ചി കാണിച്ചേ? ഞാനേ കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാം. ബാക്കി പ്രാക്ടീസ് വന്നിട്ട്. എന്റെ പൊന്നടോ, മടുത്ത് രാവിലെ മുതൽ ഡാൻസ് കളിച്ച് ഊപ്പാട് വന്നു. എടോ, ഇതിനൊക്കെ ആ ബുദ്ധി പ്രയോഗിക്കണം എന്ന് പറഞ്ഞ എന്റെ ഭാര്യയ്ക്കും ഡാൻസ് കളിക്കണം എന്നൊരാഗ്രഹം. എടാ, നമ്മളൊക്കെ ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് എന്നാ ചെയ്യാനാ? ഞാൻ എന്റെ ഡ്രൈവറോട് പറഞ്ഞു, പാട്ടോ ഡാൻസോ കഥ പറച്ചോ എന്നാ വേണോ ആയിക്കൊള്ളാൻ പറഞ്ഞു. അവസാനം നാട്ടുകാർക്ക് വേറെ കഥ പറയാനുണ്ടാകാതിരുന്നാ മതി. സെക്രട്ടറി, ജ്യൂസ് കുടിച്ചോളി. കലങ്ങിയില്ല. ഇത്ര നേരം ഡാൻസ് കളിച്ചിട്ട് എനിക്കല്ലേ ജ്യൂസ്? അശോകന് ക്ഷീണമാകാം. സെക്രട്ടറി ഇന്നലെ എവിടെയായിരുന്നു? ഞാൻ ഇന്നലെ ശ്രുതിയും ശ്യാമിലെയും ഡാൻസ് സംവിധാനം ചെയ്യുമല്ലായിരുന്നോ? ഡാൻസ് സംവിധാനമല്ല, കൊറിയോഗ്രാഫി. നോ, അവർ പ്രാക്ടീസ് ചെയ്യുന്ന ഹാളിലെ ഡെസ്കും ബെഞ്ചും മാറ്റി അവർക്ക് ഡാൻസ് ചെയ്യാനുള്ള സംവിധാനം ചെയ്യുമായിരുന്നു. അതിന് ക്ലീനിങ്, റൂം ക്ലീനിങ് എന്ന് പറയാം. എന്റെ പേരാണോ സംവിധാനം? എടോ, നിങ്ങളിങ്ങനെ താളബോധം ഒന്നും ഇല്ലാതെ ഡാൻസ് കളിച്ചിട്ട് കാര്യമൊന്നുമില്ല. സമ്മാനം കിട്ടണമെങ്കിൽ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യണം. ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. നമ്മുടെ അസോസിയേഷനിൽ ഒരു പുതിയ താമസക്കാർ വന്നിട്ടുണ്ട്. കലാമണ്ഡലത്തിലെ ടീച്ചറാ. അവർ 3 പെൺപിള്ളേർ, നല്ല സുന്ദരിയായ പെൺപിള്ളേരും. അവരവിടെ ഡാൻസ് പഠിത്തമൊക്കെ പഠിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അതിന് ഇങ്ങേർക്ക് ഇൻട്രസ്റ്റ് ഇല്ലല്ലോ. ആരും ഇൻട്രസ്റ്റ് ഇല്ലെന്ന്? ഞാൻ ഡാൻസ് കളിക്കാൻ പോകാം. എനിക്കും ആഗ്രഹമൊക്കെ ഉണ്ട്, ഞാൻ വരാം. അപ്പൊ ഇത്രയും ദിവസം ഞാൻ ഡാൻസ് കളിക്കാൻ പറഞ്ഞപ്പോ നിങ്ങളല്ലേ പറഞ്ഞ എനിക്ക് വയ്യാന്ന്? ഓ എടി, ഇത് എനിക്ക് വേണ്ടിയല്ല, നിനക്ക് വേണ്ടിയാ. നീ ആരുടെ മുമ്പിലും തോക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതിനു വേണ്ടി ഡാൻസ് കളിക്കാൻ ഞാൻ ഏതറ്റം വരെയും പോകും. ഇതേ ദുരാഗ്രഹ. എന്തായാലും നനഞ്ഞില്ലേ, നമുക്കങ്ങ് കുളിച്ച് കയറാം. ഞാൻ നിങ്ങളെ കുളിപ്പിച്ച് കിടത്തണോ അതോ നിങ്ങൾ അകത്തേക്ക് കയറി പോണോ?
സിന്ധു ചേച്ചിയുടെയും രാജേഷേട്ടന്റെയും ബിനീഷിന്റെയും രണ്ടാമത്തെ പെർഫോമൻസ് ആയിരുന്നു ഇത്. എങ്ങനെ ഉണ്ടായിരുന്നു സ്കിറ്റ് എന്ന് നമുക്ക് കാര്യക്കാരോട് ചോദിച്ചു നോക്കാം. പ്രചോദായിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? കഴിഞ്ഞ സ്കിറ്റ് കഴിഞ്ഞപ്പോ എന്ത് പറഞ്ഞു ആൾക്കാർ കണ്ടിട്ട്? ഭയങ്കര അഭിപ്രായം. എല്ലാരും സ്റ്റാറ്റസ് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരുവിധം എല്ലാരും ഫ്ലവേഴ്സ് ചാനൽ കാണാത്ത എല്ലാരും ഇനിയിപ്പോ ഫ്ലവേഴ്സ് ചാനലിന്റെ ആരാധകരായി മാറാൻ പോവുക. രാജേഷ് ഉണ്ടാക്കി. രാജേഷ് ഷെയർ ചെയ്തോ? ഫാമിലിക്ക് ഷെയർ ചെയ്തു. നമുക്ക് സമയമായി ഇങ്ങോട്ട്. ഓക്കെ. ബിനീഷേ? എല്ലാവർക്കും ഷെയർ ചെയ്തു. ഓക്കെ. അടി നമുക്ക് എത്ര മാർക്ക് ഉണ്ടായിരുന്നു? കഴിഞ്ഞ സ്കിറ്റിൽ എത്ര സ്കോർ ചെയ്തായിരുന്നു? 60,000. ഏതായാലും ഇന്നും നല്ല രസമായിട്ട് നിങ്ങൾ ചെയ്ത അതിനൊരു കയ്യടി ആരും തരികയാണ്. പിന്നെ എനിക്ക് തോന്നിയത് നമ്മൾ ഇതിനകത്തൊരു റിഹേഴ്സൽ കുറവ് വളരെ, അതായത് നിങ്ങൾക്കൊരു ഡൗട്ട് ഫീൽ ചെയ്തു. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ഡയലോഗ്സ് പറയാനായിട്ട് ഇതിനകത്ത് ഒരു ഡൗട്ട് ഫീൽ ചെയ്തു. പിന്നെ എന്താ പറയുന്നത്, ഒരു 3 പേരുടെ കോമ്പിനേഷൻ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ എനിക്ക് അങ്ങോട്ട് വർക്കായില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. ടെൻഷനാണോ? ടെൻഷൻ വല്ലതും ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും കാര്യം കുറച്ച് ഡയലോഗ്സ് ഒക്കെ പറയാനായിട്ട് മറന്നു പോയിട്ട് പിന്നെ ഓർത്തെടുത്ത് പറയേണ്ട ഒരു ടൈം വന്നു. പെർഫോമൻസ് ബേസിലല്ല ഞാൻ പറഞ്ഞത്. ആ പ്രേംനസീർ സാറിൻ്റെയും സത്യൻ്റെ വരവും ഒക്കെ നല്ല രസമായിരുന്നു. പക്ഷേ നമുക്കിതിനകത്തൊരു റിഹേഴ്സലിൻ്റെ കുറവ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അത് നിങ്ങൾ ആദ്യത്തെ സ്കിറ്റ് കളിച്ചൊരു ടെമ്പോ ഇതിനില്ലാതെ പോയി എന്നുള്ളൊരു കാര്യമാണ്. നമുക്ക് ഈ ഐറ്റം വരെ വരുമ്പം നന്നായിട്ട് നമ്മൾ റിഹേഴ്സൽ ചെയ്യണം. സ്ക്രിപ്റ്റ് കിട്ടി നമുക്ക് റിഹേഴ്സൽ ചെയ്ത് മിനുക്കിയെടുത്ത് നമ്മളിവിടെ ചെയ്യണം. അപ്പോഴാണ് നമുക്കൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. അല്ല നമ്മൾ തീരെ ഡൗൺ ആയി പോകും. അതാവരുത്. നിങ്ങൾ 3 പേര് നല്ല ആർട്ടിസ്റ്റുകൾ, നല്ല കോമ്പിനേഷനുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇനി അടുത്തതിൽ വരുമ്പോൾ നന്നായിട്ട് നിങ്ങൾ റിഹേഴ്സൽ ചെയ്യണം. ഒരു ടെൻഷനും വേണ്ട. അപ്പോൾ അടുത്തതിൽ നല്ലതായിട്ട് സ്കോർ ചെയ്യുക കേട്ടോ. ഓക്കെ, 3 പേർക്ക്. താങ്ക് യു ചേട്ടാ. ഇപ്പം ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങളുടെ പെർഫോമൻസ് കാണുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ റെസിഡൻസ് അസോസിയേഷനിലെ ആൾക്കാരെ പോലെ തന്നെ തോന്നുന്നത്. അസാധ്യമായിട്ട് കാസ്റ്റിംഗ് നടന്നിട്ടുണ്ട്. രാജേഷേ, കൊച്ചുപ്രേമൻ്റെയും കോട്ടയം പ്രദീപിൻ്റെയൊക്കെ ഒരു ഗ്യാപ്പ് അവിടെ കിടപ്പുണ്ട് ഫ്രീ ആയിട്ട്. അപ്പോൾ അങ്ങോട്ട് പോകണ്ടേ നമുക്ക്? അതുപോലെ സിന്ധുവിനൊക്കെ ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മുടെ എന്താണോ കഴിവ്, ഇപ്പം പൊന്നമ്മ ബാബു ഉണ്ട്, അതുപോലെ തന്നെ കൽപ്പന ചേച്ചി, ഇവരെല്ലാം ബോഡി വെച്ചിട്ടല്ല ചെയ്തിരിക്കുന്നത്, അവരുടെ പ്രസൻറ്റേഷനിലാണ്. അപ്പം നമുക്ക് എന്താണോ തന്നിരിക്കുന്നത് അത് എക്സിബിറ്റ് ചെയ്യാതെ നമ്മുടെ യഥാർത്ഥ ടാലൻറ്റ് ഇത് ചെയ്യുന്നുള്ളതാണ്. സ്ക്രിപ്റ്റ് ഭാവിയിൽ ഉണ്ടാക്കുമ്പോഴാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ ഓരോ രൂപങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കണമെന്നില്ല, ആ ക്യാരക്ടറായി മാറിയാൽ മതി കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. നസീർക്ക? ആദ്യത്തത് വിവാഹമായിരുന്നു. അവിടെ നിന്ന് കല്യാണം കഴിഞ്ഞ് രണ്ടാമത് റെസിഡൻസ് അസോസിയേഷനിലെ മെമ്പേഴ്സായി. ഭാര്യയും ഭർത്താവും തന്നെ. ഇതിലും കണ്ടൻറ്റ് കുഴപ്പമില്ല, ഒരു കുഞ്ഞു കണ്ടൻറ്റ്. നിങ്ങൾ തുടക്കക്കാരല്ലേ, അപ്പം ആദ്യം ചെറിയ കണ്ടൻറ്റുകൾ പിടിച്ച് ചെയ്തു വരിക. പക്ഷേ അതിലും നല്ലത് കുറച്ച് റിസ്ക്കുള്ള സാധനം എടുത്ത് നമ്മൾ പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലേ? മത്സരത്തിൻ്റേതായ ചില മാനദണ്ഡങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം. എന്നാലേ നമ്മൾ പറയുന്നത് എന്താ നിങ്ങൾക്കും അതിലെ പോരായ്മകൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതനുസരിച്ച് നമ്മൾ മുമ്പോട്ടുള്ള യാത്രയിൽ, അല്ലേ? അപ്പോൾ ഇതിൽ ഒരുപാട് ചെറിയ പാവപ്പിഴകളൊക്കെ ഉണ്ട്. അതായത് നമുക്ക് ചില സാധനങ്ങൾ ഓർത്തെടുത്ത് പറയുന്ന പോലെ ചില ടൈമിങ്ങിൻ്റെ വ്യത്യാസം. അതിൽ എനിക്ക് തോന്നുന്നത് രാജേഷ് ഭായ് കുഴപ്പമില്ലാതെ കാര്യങ്ങളൊക്കെ വട്ടം എത്തിക്കാൻ നോക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ മേഡവും. പിന്നെ ഉള്ളത് നമ്മുടെ ഇദ്ദേഹം, അത് കുറച്ചുകൂടി ഒന്ന് ഡെവലപ്പായി വരണം. കാര്യം അതൊന്ന് റിഹേഴ്സൽ എടുത്താൽ മതി, അല്ലാതെ ഇതിൽ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. അടുത്ത പ്രാവശ്യം അങ്ങനെ ഒരു ഗംഭീര ഐറ്റവും ഒരു പുതുമയുള്ള ഒരു ഐറ്റവും പുതുമയുള്ള കൗണ്ടറുകളൊക്കെ ആയിട്ട് വീണ്ടും വരിക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ സ്കിറ്റിന് എത്രയാണ് കിട്ടുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇതിലെ മാർക്കല്ല ഇപ്പോഴത്തെ ആവശ്യം നമുക്ക്. ഇപ്പം നമുക്ക് എന്താണ്, ഒന്ന് വഴങ്ങി വരുക ഇതായിട്ട്, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഐശ്വര്യമായിട്ട് ഒരു 5000 രൂപ തരികയാണ്. 5000 പ്രചോദേട്ടാ? ഞാനും ഒരു 5000 രൂപ അങ്ങോട്ട് ഇടുന്നു. ഓക്കെ, 10000 രൂപ ഇപ്പൊ ആയിട്ടുണ്ട്. ഇനിട്ടിന് ചേട്ടൻ റിവീൽ ചെയ്യും എത്രയാണെന്ന് തിരിഞ്ഞു നോക്കിയോ കേട്ടോ. 15,000 രൂപയാണ് രണ്ടാമത്തെ സ്കിറ്റിന് നേടിയിരിക്കുന്നത്. കുഴപ്പമില്ല, ഇനിയും അവർ പറഞ്ഞതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റേജുമായിട്ട് അങ്ങോട്ട് വഴങ്ങി വരിക. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും കാണാം ചേച്ചി. ചേട്ടൻ വരെ താങ്ക് യു. അപ്പൊ ഇന്നത്തെ ഒരു വേടിക്കെട്ട് എപ്പിസോഡ് ഇതാ ഇവിടെ തീരെയായി. നിങ്ങൾ എല്ലാവരും മതി മറന്ന് ചിരിച്ചു എന്ന് വിശ്വസിക്കുന്നു. കാര്യക്കാർ എൻജോയ് ചെയ്തില്ലേ? അടിപൊളിയായിരുന്നില്ലേ? നമുക്ക് വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കാണാം. Till then, this is Meenakshi Sudhir signing off from Flowers Comedy. ഇത് ഐറ്റം വേറെ. Bye.